എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കഥ കസ്തൂരി, ബിംബഭാഷയുടെ മഹാഭാരതം 200-ാമത്തെയും അവസാനത്തെയും അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 4-4.5 വർഷമായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു യാത്ര ഈ ഒരു എപ്പിസോഡിൽ അവസാനിക്കുകയാണ്. രൈവതോത്സവത്തിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. യാദവന്മാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തിലേക്കാണ് കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവരോട് യാത്ര പറഞ്ഞ് എത്തിയിരിക്കുന്നത്. യാദവന്മാരുടെ അല്ലെങ്കിൽ ദ്വാരകയിൽ നടക്കുന്ന രൈവതോത്സവത്തിലേക്കാണ്. ആ രൈവതോത്സവത്തിലെ അലങ്കാരങ്ങളെക്കുറിച്ച്, അതിൻ്റെ വിപണികളെക്കുറിച്ച്, അങ്ങാടികളെക്കുറിച്ച് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ദാനധർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ദീനാ അന്ധകൃപണാദിഭ്യോ ദീയമാനേന ച അനിശം ബഭൗ പരമകല്യാണവും മഹസ്തസ്യ മഹാഗിരെ. അശ്വമേധിക പർവ്വതത്തിലെ 58-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ദീനാന്ധകൃപണാദികൾക്ക്, ദീനരും അന്ധരും നിസ്സഹായരുമായ മനുഷ്യർക്ക് യാതൊരു ലോഭവും കൂടാതെ ദാനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റു വസ്തുക്കളൊക്കെ ദാനം നൽകാനുള്ള ഏർപ്പാട് അവിടെ യാദവന്മാരുടെ ഉത്സവത്തിൽ ഉണ്ടായിരുന്നു. ഈ ദാനധർമ്മങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ നമ്മൾ മഹാഭാരതത്തിൽ പലപ്പോഴും കാണുന്ന ദാനങ്ങളൊക്കെ തന്നെ ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന ദാനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ബ്രാഹ്മണരിൽ തന്നെ ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന ദാനങ്ങളെക്കുറിച്ചാണ്. ദീനരായിട്ടുള്ള, അന്ധരായിട്ടുള്ള അല്ലെങ്കിൽ നിസ്സഹായരായിട്ടുള്ള മനുഷ്യർക്ക്, അത്യാവശ്യമുള്ള ആളുകൾക്ക് ദാനം കൊടുത്താൽ അതിൽ പുണ്യം കിട്ടും എന്ന് പലപ്പോഴും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. മഹാഭാരതം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണർക്ക് ദാനം കൊടുത്താലേ പുണ്യം കിട്ടൂ എന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരാമർശമാണ് ഇവിടെ യാദവന്മാരുടെ ഉത്സവത്തിൽ കാണുന്നത്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഇത് വൈശ്യരുടെ ഉത്സവമാണ് എന്നതുകൊണ്ട് തന്നെയായിരിക്കാം. അപ്പോൾ ക്ഷത്രിയർ നടത്തുന്ന വലിയ യാഗങ്ങളിൽ നിന്നും, കർമ്മങ്ങളിൽ നിന്നും, ഉത്സവങ്ങളിൽ നിന്നും ഒക്കെ വളരെ വ്യത്യാസമുണ്ട് വൈശ്യരുടെ ഉത്സവങ്ങൾക്ക്. അവിടെ ദീനരും അന്ധരും കൃപണരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് ദാനം കൊടുക്കുന്നവനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പുണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വലിയ പുണ്യം കിട്ടുന്ന ഒരു കാര്യം ആണ് എന്ന് അവിടെ വിവരിക്കുന്നുണ്ട്. അതാണ് ആ ദാനധർമ്മങ്ങൾക്കുള്ള ഒരു വ്യത്യാസം ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അശ്വമേധത്തിലെ കുതിരയെ സംരക്ഷിച്ചുകൊണ്ടുള്ള അർജുനന്റെ യാത്രയെക്കുറിച്ച് വിവരിക്കുമ്പോൾ, വിക്ഷിപൻ ഗാന്ധീവം രാജൻ ബദ്ധഗോം ധാങ്കുലിത്രവാൻ തം അശ്വം പൃഥിവീപാല മുദായുക്ത സസാരഹ. അശ്വമേധിക പർവ്വത്തിൽ 72-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നുണ്ട്. ഗാന്ധീവത്തിൽ നിന്നുള്ള ഞാണൊലി അടിക്കടി കേൾപ്പിച്ചുകൊണ്ടും കൈവിരലുകളുടെ സംരക്ഷണത്തിന് ഉടുമ്പിൻ തോല് കൊണ്ടുള്ള കയ്യുറ ധരിച്ചുകൊണ്ടുമായിരുന്നു അർജുനൻ യാത്ര ചെയ്തെന്നാണ് പറയുന്നത്. ബദ്ധ ഗോംധാങ്കുലിത്രവാൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉടുമ്പിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയ കയ്യുറയാണ് ധരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉയരത്തിൽ കയറാനും കള്ളന്മാരൊക്കെ പലപ്പോഴും, അല്ലെങ്കിൽ പിന്നെ ഉയരത്തിൽ വലിയ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറാനൊക്കെ ഉടുമ്പ് എന്ന ജീവിയെ ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട്. ആ ജീവി അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും എന്നുള്ളതുകൊണ്ട്. പക്ഷെ അതിൻ്റെ തോല് ഇങ്ങനെ കയ്യുറയായിട്ട്, ആയുധം പറ്റി മുറിവറ്റാതിരിക്കാനുള്ള കയ്യുറയായിട്ട്, അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിരിക്കാം, എന്താണെങ്കിലും കയ്യുറയായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് മഹാഭാരതത്തിൽ വായിക്കാം. ബദ്ധ ഗോംധാങ്കുലിത്രവാൻ എന്ന പരാമർശം അതാണ് തെളിയിക്കുന്നത്. കുരുരാജ്യത്തിന്റെ വടക്കും തെക്കുമായുള്ള നിരവധി രാജാക്കന്മാരുമായിട്ട് അർജുനൻ പിന്നീട് യുദ്ധത്തിൽ ഏർപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. പലരും യുദ്ധം കൂടാതെ തന്നെ പാണ്ഡവർക്ക് കീഴ്പ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്ത് ബന്ധുക്കൾ നഷ്ടപ്പെട്ട പല രാജ്യങ്ങളും അവിടുത്തെ രാജാക്കന്മാരുമൊക്കെ അർജുനനുമായിട്ട് യുദ്ധം ചെയ്യാൻ എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. കിരാത വികൃതാരാജൻ ഹവോ അസി ധനുർധന മ്ലേച്ഛാശ്ച അന്യേ ബഹുവിധ പൂർവം നിവികൃതാരണേ ആര്യാശ്ച പൃഥിവീപാലാഹ പ്രഹൃഷ്ട നരവാഹന സമീയു പാണ്ഡുപുത്രേണ ബഹവോ യുദ്ധദുർമദ. അശ്വമേധിക പർവ്വത്തിൽ 72-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം, 24-25. കിരാതന്മാരുമായിട്ട്, യവനന്മാരുമായിട്ട്, മ്ലേച്ഛ രാജാക്കന്മാരുമായിട്ടൊക്കെ അർജുനൻ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം ആര്യാശ്ച നിരവധി ആര്യ രാജാക്കന്മാരുമായിട്ടും അർജുനൻ യുദ്ധം ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആര്യാശ്ച പൃഥിവീപാലാഹ, ആര്യന്മാരായ പൃഥിവീപാലകന്മാർ അഥവാ ആര്യ രാജാക്കന്മാർ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആര്യന്മാർ എന്നൊരു വിഭാഗം തന്നെ ഇല്ലായിരുന്നു എന്നും ആര്യന്മാർ എന്ന വാക്കിന് ശ്രേഷ്ഠന്മാർ എന്നു മാത്രമാണ് അർത്ഥം എന്നുമുള്ള ഒരു വാദം പലരും ഉന്നയിക്കാറുണ്ട്. ആ വാദത്തിനെതിരാണ് ആര്യ രാജാക്കന്മാർ എന്ന അർത്ഥത്തിൽ ആര്യാശ്ച പൃഥിവീപാല എന്ന ഇവിടുത്തെ പരാമർശം.
കിരാതന്മാരെന്നും യവനന്മാരെന്നും മ്ലേച്ഛന്മാരെന്നും ഒക്കെ ഓരോ വിഭാഗക്കാരെയും പ്രത്യേകം എടുത്തു പറയുന്നത് പോലെ ആര്യന്മാർ എന്നും പറഞ്ഞിരിക്കുന്നു ഇവിടെ. അതിനർത്ഥം മ്ലേച്ഛന്മാരെയും യവനന്മാരെയും കിരാതന്മാരെയും പോലെ ഒരു പ്രത്യേക വിഭാഗമായി വർണ്ണാശ്രമധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആര്യന്മാരെ അല്ലെങ്കിൽ ക്ഷത്രിയ രാജാക്കന്മാരെയും പരിഗണിച്ചിരുന്നു എന്നും അവരെ ആര്യന്മാർ എന്നു തന്നെയായിരുന്നു പൊതുസമൂഹം വിശേഷിപ്പിച്ചിരുന്നത് എന്നും ആണ്. സൈന്ധവ രാജനായിരുന്ന ജയദ്രഥന്റെ പത്നിയും കൗരവരുടെ പാണ്ഡവരുടെയും ഏക സഹോദരിയുമായ ദുശ്ശള അർജുനന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു സന്ദർഭം മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അത് വളരെ അത്യധികം ഹൃദയസ്പൃക്കായിട്ട് പല ആളുകളും പല നോവലുകളിലും പല ലേഖനങ്ങളിലും നിരൂപണങ്ങളിലൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ടാണ്, ബാലനായ പൗത്രനെ കരത്തിലെടുത്തുകൊണ്ടായിരുന്നു ദുശ്ശള യുദ്ധഭൂമിയിലേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. ജയദ്രഥന്റെ പുത്രൻ സുരഥന്റെ മകനായിരുന്നു ദുശ്ശളയുടെ കയ്യിലുണ്ടായിരുന്ന ആ പിഞ്ച് ചോരക്കുഞ്ഞ്. തന്റെ പൗത്രന് വേണ്ടി മാത്രമല്ല, എല്ലാ സൈന്ധവ രാജാക്കന്മാരുടെയും സുരക്ഷിതത്വത്തിനു വേണ്ടി യാചിക്കാൻ, അഥവാ അർജുനൻ അവരെ വധിക്കാതിരിക്കാനായിരുന്നു ദുശ്ശള യുദ്ധഭൂമിയിലേക്ക് ചെന്നത്. എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത് എന്ന് അർജുനൻ അവരോട് ചോദിച്ചു. ഇത് കേട്ട് ദുശ്ശള കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ബന്ധുക്കളെല്ലാം വധിക്കപ്പെട്ടിരിക്കുന്ന ഈ കുഞ്ഞ് അതിൻ്റെ ഒന്നും കാരണങ്ങളെക്കുറിച്ച് അറിയുന്നവനല്ല. അതിനാൽ അവന്റെ മുത്തച്ഛൻ ചെയ്ത ക്രൂരതയെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഈ കുഞ്ഞിനോട് കരുണ കാണിക്കേണ്ടതാണ് എന്ന് ദുശ്ശള അർജുനനോട് അപേക്ഷിക്കുന്നുണ്ട്. മഹാഭാരത കഥയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ സന്ദർഭമാണ് ദുശ്ശള തന്റെ പൗത്രനായ പിഞ്ചുബാലിനെയും കയ്യിലെടുത്തുകൊണ്ട് അർജുനനെ സമീപിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ സമീപിക്കുന്ന രംഗം ജീവന് വേണ്ടിയിട്ട്. സുരഥനെ അർജുനൻ നേരിട്ട് വധിക്കുന്നില്ല. പക്ഷെ സുരഥന്റെ മരണത്തിന് അർജുനനാണ് കാരണമാകുന്നത്. കാരണം അർജുനൻ അശ്വവുമായിട്ട് തന്റെ രാജ്യത്തിന്റെ അതിർത്തിയിൽ എത്തിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അർജുനന്റെ വീരകഥകളൊക്കെ അറിയുന്ന സുരഥൻ ബോധം കെട്ട് വീണ് മരിച്ചു പോവാണ്. അറ്റാക്ക് ഒന്നൊക്കെ നമുക്ക് പറയാം, മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സഹോദരിക്ക് തുണയാകേണ്ടിയിരുന്ന വീരത്വം എങ്ങനെയാണ് സഹോദരിയുടെ കുടുംബത്തെ ആകെ തകർത്ത് കളയുന്നത് എന്നാണ് ഇവിടെ മഹാഭാരതം കാണിച്ചു തരുന്നത്. സിന്ധു നദീതട സംസ്കാരം അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളോടെയും വളർന്നു വികസിച്ച പ്രദേശമായിരുന്നു സൈന്ധവ രാജാക്കന്മാരുടെ രാജ്യം. അവിടേക്ക് യുദ്ധം നയിച്ചു കൊണ്ടുപോകുന്നതും അവരെ കീഴ്പ്പെടുത്തുന്നതും ഒക്കെ ആര്യ രാജാക്കന്മാരാണ്. ആ കഥ കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരു സൈന്ധവ രാജാക്കന്മാരും ബ്രാഹ്മണ അല്ലെങ്കിൽ വൈദിക മതവും തമ്മിലൊരു സംഘർഷത്തിന്റെ കഥ കൂടി ഈ ജയദ്രഥന്റെ കഥയ്ക്കും ദുശ്ശളയുടെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയ്ക്കൊക്കെ നമുക്ക് പിന്നിൽ കാണാൻ സാധിക്കും. യാഗേശ്വത്തെ പിന്തുടർന്നുകൊണ്ട് അർജുനൻ പിന്നീട് മുന്നോട്ട് വീണ്ടും പോയി മണിപുരം എന്ന ദേശത്തിലാണ് എത്തുന്നത്. അവിടെ അശ്വവും അർജുനനും അവിടെ മണിപുരത്തെത്തിയപ്പം ബബ്രുവാഹൻ ആയിരുന്നു മണിപുരത്തിന്റെ രാജാവ്. അർജുനന്റെ പുത്രൻ തന്നെയാണ് ബബ്രുവാഹൻ. കാരണം മണിപുരത്തിലെ രാജകുമാരി ചിത്രാംഗതയിൽ ജനിച്ച പുത്രനായിരുന്നു ബബ്രുവാഹൻ. ചിത്രാംഗതയും ഉലൂബിയും അർജുനനെ വരിക്കുന്നതായിട്ട് നേരത്തെ നമ്മൾ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ അർജുനനെ വരിക്കുകയാണ് ചെയ്യുന്നത്. ഉലൂബി നാഗദേശത്തെ നാഗന്മാരുടെ നാഗരാജാവിന്റെ പുത്രിയാണ്. ചിത്രാംഗത ഗന്ധർവന്മാരുടെ മണിപുരത്തിലെ ഗന്ധർവന്മാരുടെ രാജാവിന്റെ പുത്രിയായി ചിത്രരഥൻ എന്ന് പറയുന്ന രാജാവിന്റെ പുത്രിയാണെന്നും പറയുന്നുണ്ട്. അപ്പൊ പിതാവായിട്ട് അർജുനുമായിട്ട് യുദ്ധം ചെയ്യാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ബബ്രുവാഹൻ ആദ്യം മടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ഉലൂബി അച്ഛനോട് തന്നെ യുദ്ധം ചെയ്യണം, അച്ഛനാണെങ്കിൽ പോലും ശത്രുവായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നിന്നെ കീഴടക്കാനാണ്, അതുകൊണ്ട് യുദ്ധം ചെയ്യണമെന്ന് ഉലൂബി നിർബന്ധിക്കുന്നു. അർജുനനും അങ്ങനെ വെറുതെ കീഴടങ്ങുന്നത് ശരിയല്ല എന്ന് അർജുനനും നിർബന്ധിക്കുന്നു. അങ്ങനെയാണ് ബബ്രുവാഹൻ യുദ്ധത്തിന് തയ്യാറാവുന്നത്. പക്ഷെ ബബ്രുവാഹനൻ അർജുനനെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും അർജുനൻ മരിച്ചു വീഴുകയും ചെയ്യാണ്. ഇങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിലൊക്കെ വിജയിച്ചു വന്ന വില്ലാളി വീരൻ അവസാനം മണിപുരത്തിലെ രാജാവിന്റെ അല്ലെങ്കിൽ മണിപുരത്തിലെ രാജകുമാരനോട് തോറ്റുപോവാണ് ചെയ്യുന്നത്. സ്വന്തം പുത്രനോട് തന്നെ തോൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അർജുനൻ മരണപ്പെട്ടു എന്ന വിവരം അറിഞ്ഞ് ചിത്രാംഗത കരഞ്ഞ് യുദ്ധഭൂമിയിലെത്തുന്നു. അവള് പ്രയാനുഷ്ഠിക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്, അവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. അവളെ പിന്തിരിപ്പിച്ചുകൊണ്ട് പിന്നീട് ഉലൂബി ആ ജീവൻ രക്ഷപ്പെടുത്തുന്ന അർജുനന്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നത് നാഗന്മാരുടെ വളരെ വിശേഷപ്പെട്ട നാഗമാണിക്യം, ഒരു പ്രത്യേക മാണിക്യം അല്ലെങ്കിൽ ഒരു രത്നം ഉപയോഗിച്ചുകൊണ്ടാണ് അർജുനന്റെ ജീവൻ തിരിച്ച് കൊടുക്കുന്നത്. അവിടെ ചിത്രാംഗത ഉലൂബിയോട് വാദിക്കുന്നുണ്ട്, അർജുനന് വേണ്ടി വാദിക്കുന്നുണ്ട്. അപരാധോ അസ്തി സുഭഗേ നരാണാം ബഹുഭാര്യത നാരീണാം തു ഭവത്യേതന്മാതേ ബുദ്ധിർ ഈദൃശി. നീ എന്റെ പുത്രനെ കൊണ്ട്, യഥാർത്ഥത്തിൽ ചിത്രാംഗതയുടെ പുത്രനാണ് ബബ്രുവാഹൻ, പക്ഷെ ഉലൂബിയാണ് അവനെ വളർത്തിയിരിക്കുന്നത്. ഉലൂബിക്ക് പുത്രന്മാരില്ല താൻ. അപ്പൊ നീ എന്റെ പുത്രനെ കൊണ്ട് എന്റെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ചിത്രാംഗത അവളോട് കയർക്കുന്നത്. അങ്ങനെ അതിനുള്ള കാരണം കൂടി ചിത്രാംഗത കാണുന്നുണ്ട്. കാരണം പല സ്ത്രീകളെയും വിവാഹം കഴിക്കുകയും ഇവളെ ഉപേക്ഷിച്ച് പോവുകയും ഉലൂബിയെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തത് കൊണ്ടുള്ള ദേഷ്യം കൊണ്ടാവാം
അതിൽ പുരുഷൻ അങ്ങനെ ചെയ്താൽ അപരാധമൊന്നും ഇല്ല എന്നാണ് ഇവിടെ ചിത്രാംഗത അർജുനു വേണ്ടി വാദിക്കുന്നത്. ന അപരാധോ അസ്തി സ്വഭഗേ നരാണാം ബഹുഭാര്യത നാരീണാം തു ഭവത്യേതൻ മാതേ ബുദ്ധിർ ഈദൃശി. നരന്മാർക്ക് ബഹുഭാര്യത്വം ആവാം, അതിൽ അപരാധം ഏതും ഇല്ല, സ്ത്രീകൾക്കാണ് അങ്ങനെ പാടില്ലാത്തത് എന്നും പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ അർജുനനോട് നിനക്ക് പരിഭവം തോന്നേണ്ട കാര്യമില്ല എന്ന് ചിത്രാംഗത പറയുമ്പോൾ അർജുനനോട് ചെയ്ത പ്രതികാരമായിട്ട്, ഉലൂബിയുടെ പ്രതികാരമായിട്ടായിരുന്നു ബബ്രുവാഹനെ കൊണ്ട് അർജുനനെ കൊല്ലിപ്പിച്ചത് എന്നൊരു ധ്വനി കൂടെ അവിടെ വരുന്നുണ്ട്. ഉലൂബിയെ വരിച്ച ഒരു പുത്രന് ജന്മം നൽകിയ ശേഷം മണിപുരത്ത് നിന്ന് ഹസ്തിനപുരത്തിലേക്ക് പോയതാണ് അത്ര അർജുനൻ. ഉലൂബിയെ വരിച്ചു, ചിത്രാംഗതയും അവിടുന്ന് വരിച്ച. പിന്നീട് അർജുനൻ മണിപുരത്തിലേക്ക് ചെല്ലുന്നത് വനവാസവും കുരുക്ഷേത്ര യുദ്ധവും കഴിഞ്ഞ് യുധിഷ്ഠിരന്റെ അശ്വമേധയാഗത്തിന് അഴിച്ചുവിട്ട കുതിരയെ സംരക്ഷിക്കാനായിരുന്നു. തന്നെയും തന്റെ പ്രണയവും തന്റെ പുത്രനെയും വിസ്മരിച്ചു കളഞ്ഞു എന്നതിന്റെ പേരിലുള്ള പ്രതികാരത്തെക്കുറിച്ചായിരിക്കാം ഒരുപക്ഷെ ചിത്രാംഗത ഉദ്ദേശിച്ചിരിക്കാം. അതല്ലെങ്കിൽ ഉലൂബിയെ വിവാഹം ചെയ്തതിന് ശേഷം മണിപുരത്ത് വെച്ചു തന്നെ ചിത്രാംഗതയെയും വിവാഹം കഴിച്ചതിനെ കുറിച്ചാവാം ചിത്രാംഗത ഉദ്ദേശിച്ചിരിക്കാം. പുരുഷൻ ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്യുന്നതിനെ കുറിച്ച് സ്ത്രീക്ക് പ്രതികാരം തോന്നുക സ്വാഭാവികമാണ് എന്നൊരു ചിന്ത ഇവിടെ ചിത്രാംഗതയുടെ മനസ്സിൽ ജന്മമെടുക്കുന്നുണ്ട്. എന്നൊരു വ്യത്യാസം നമ്മൾ കണ്ടത്, ഭീമസേനൻ ഇങ്ങനെ പലരെയും കല്യാണം കഴിക്കുന്നുണ്ട്, യുധിഷ്ഠിരൻ പലരെയും കല്യാണം കഴിക്കുന്നുണ്ട്, ഹിഡിംബിയെ ഭീമസേനൻ വരിച്ചു, അതുപോലെ പുത്രന് ജന്മം നൽകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴൊന്നും പാണ്ഡവർക്കോ ഭീമസേനോ ഏതെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമേ പിന്നീട് ഉലൂബിയും ഹിഡിംബിയുടെ പുത്രനും വരാറുള്ളൂ. അതിലൊന്നും ഇവർക്കാർക്കും പരാതി, ആ സ്ത്രീകൾക്കാർക്കും പരാതി തോന്നുന്നില്ല. ഹിഡിംബിയെ ഒരിക്കൽ പോലും സ്മരിച്ചതായിട്ട് മഹാഭാരതത്തിൽ പറയുന്നില്ല, പുത്രനെ മാത്രമേ സ്മരിച്ചിട്ടുള്ളൂ. യുധിഷ്ഠിരനും അർജുനനടക്കം പലരുടെ കാര്യത്തിൽ അവർ വരിച്ച സ്ത്രീകളെ കുറിച്ച് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞാൽ വിസ്മരിക്കുകയായിരുന്നു പതിവ്. അക്കാര്യത്തിൽ ആ സ്ത്രീകൾക്ക് യാതൊരു പരാതിയുമുള്ളതായിട്ട് കഥകളിൽ സൂചനയും ഇല്ല. ഇങ്ങനെ പാണ്ഡവർ വരിച്ച സ്ത്രീകൾ പിന്നീട് മറ്റേതെങ്കിലും പുരുഷന്മാരെ വരിച്ച് അവരോടൊപ്പം കഴിയുകയാണോ എന്നതിനെക്കുറിച്ച് പാണ്ഡവരും അന്വേഷിക്കാനോ പരാതിപ്പെടാനോ പോയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഉലൂബി അർജുനനോട് പ്രതികാരം വീട്ടുകയായിരുന്നോ എന്ന് സംശയം ചിത്രാംഗത പ്രകടിപ്പിക്കുന്നത്. എന്തായിരിക്കാം ഇതിന്റെ അർത്ഥം? ചിത്രാംഗതയുടെ മനസ്സിൽ തോന്നിയ സംശയം താരതമ്യേന പുതിയ കാലത്തിൻ്റെതായിരിക്കാനാണ് സാധ്യത. കുടുംബജീവിതം കൂടുതൽ സുദൃഢമാവുകയും ഭാര്യാഭർത്താക്കന്മാർ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കുന്ന തരത്തിൽ സമൂഹത്തിന്റെ സദാചാര ബോധം രൂപപ്പെടുകയും ചെയ്ത കാലത്തായിരിക്കണം ചിത്രാംഗതയുടെ സംശയം വന്നത്. മഹാഭാരതത്തിന്റെ ഭാഗമായത് ആ കാലത്തായിരിക്കണം എന്നർത്ഥം. രാമായണത്തിലെത്തുമ്പോൾ പുരുഷന് ഏകപത്നി വ്രതം വിധിക്കുന്ന തരത്തിൽ കുടുംബജീവിതത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും ഒക്കെ സദാചാര ബോധം വീണ്ടും മാറുന്നുണ്ട്. സോഷ്യൽ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് താരതമ്യേന അയഞ്ഞ ഒരു കുടുംബജീവിതത്തിൽ നിന്നും കുടുംബജീവിതം മുറുകി വരികയും ഏകപത്നി വ്രതവും ഏകഭർത്തൃ വ്രതവും തമ്മിലുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീ എന്നുള്ള തരത്തിലേക്ക് ചിന്ത വരികയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാഗന്മാരെന്നും ഗന്ധർവന്മാരെന്നുള്ള രണ്ട് ഗോത്രങ്ങളെയാണ് മണിപുരത്ത് വെച്ച് അർജുനനും ബന്ധപ്പെടുന്നത്. അപ്പോൾ നാഗം എന്ന പേരുകൊണ്ട് മഹാഭാരതം സൂചിപ്പിക്കുന്നത് സർപ്പങ്ങളെയല്ല, ബുദ്ധമത വിശ്വാസികളായി മാറിയ ഒരു പ്രത്യേക ഗോത്രത്തെയാണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നാഗന്മാർ ഇപ്പോഴും ആ പേരിൽ തന്നെയാണ് മണിപ്പൂരിലുള്ളതായിട്ട് നമ്മൾ അറിയുന്നത്. വനങ്ങൾ പ്രദേശം നാഗാലാൻഡൊക്കെ നമുക്കറിയാം, അതിൻ്റെ പ്രദേശങ്ങളിലൊക്കെയുള്ള നൃത്തത്തിലും സംഗീതത്തിലുമുള്ള മികവിനെ പരിഗണിച്ചായിരുന്നു ഗന്ധർവന്മാരെ ആ പേരിൽ വിളിച്ചിരുന്നത്. ആ പേരിലൊരു ഗോത്രം ഇപ്പോൾ അവിടെ ഇല്ല. പല സ്ഥലത്തും മഹാഭാരതത്തിൽ അതിനുള്ള തെളിവുണ്ട്. ഇവർ നൃത്തം പഠിക്കാനൊക്കെ ഗന്ധർവന്മാരെ സമീപിക്കുന്നതിനെ കുറിച്ച്. സ്വർഗത്തിൽ പിതാവിനെ സന്ദർശിച്ച അർജുനനെ നൃത്തം പഠിപ്പിക്കാൻ ഇന്ദ്രൻ നിയോഗിക്കുന്നത് അപ്സരസുകളെന്നും ഗന്ധർവന്മാരെന്നും ഒക്കെ അറിയപ്പെടുന്ന രണ്ട് ഗോത്ര വിഭാഗങ്ങളെ ആയിരുന്നു. മണിപ്പൂരി നൃത്തവും മണിപ്പൂരിന്റെ സംഗീതവും ഒക്കെ ഇപ്പോഴും വേറിട്ട് നിൽക്കുന്നതും ആസ്വാദകരെ അത്ഭുതപ്പെടുത്തുന്നതുമാണ് എന്ന കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ മണിപ്പൂരിന്റെയും സമീപ പ്രദേശങ്ങളുടെയും വനമേഖലയിൽ ഇപ്പോഴും കഴിയുന്ന കുക്കികളടക്കമുള്ള ഗോത്ര ജനവിഭാഗങ്ങളെ കുറിച്ച് തന്നെയായിരിക്കണം ഒരുപക്ഷെ മഹാഭാരതം ഗന്ധർവന്മാർ എന്ന് വിവരിച്ചിട്ടുണ്ടാവുക. അതിനാണ് സാധ്യത. അനുഗച്ഛംശ്ച തേജസ്വീ നിവൃത്തോ അഥ കിരീടഭൂത് യദൃച്ഛയാ സമയഭേദേ പുരം രാജഗൃഹം തഥ തം അഭ്യാശഗതം രാജ ജരാസന്ധാത്മജാത്മജ ക്ഷത്രധർമ്മേ സ്ഥിതോ വീര സമരായുധാഹവ. അശ്വവും അശ്വത്തെ അനുഗമിക്കുന്ന അർജുനനും പിന്നീട് രാജഗൃഹം എന്ന നഗരത്തിൽ എത്തിച്ചേർന്നതായിട്ട് പറയുന്നുണ്ട്. യദൃച്ഛയാ സമാപേദേ പുരം രാജഗൃഹം. ജരാസന്ധന്റെ പുത്രനായിരുന്നു അത്ര അവിടെ രാജ്യം ഭരിച്ചിരുന്നത്. മേഘസന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നുണ്ട്. മേഘസന്ധി അർജുനനെ കളിയാക്കിക്കൊണ്ടാണ് ആദ്യം സംസാരിക്കുന്നത്. ബീഹാറിലെ നളന്തയിലാണ് രാജഗൃഹം എന്ന നഗരം. ഹര്യങ്ക വംശത്തിന്റെയും പ്രദ്യോത വംശത്തിന്റെയും ബൃഹദ്രഥ വംശത്തിന്റെയും മൗര്യ സാമ്രാജ്യത്തിന്റെയും ആസ്ഥാനമായിരുന്നു രാജഗൃഹം. എങ്ങനെയാണ് ചരിത്രകാരന്മാർ അതിനെ വിലയിരുന്നത്? ഇപ്പോഴും രാജഗൃഹത്തിലെ കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് പോയാൽ കാണാൻ സാധിക്കും.
മാത്രമല്ല ശ്രീബുദ്ധന്റെയും മഹാവീരന്റെയും ഒക്കെ നഗരം കൂടിയായിരുന്നു രാജഗൃഹം. മഹാഭാരതത്തിന്റെ അശ്വമേധിക പർവ്വത്തിൽ ഉപയോഗിക്കുന്ന രാജഗൃഹം എന്ന വാക്ക് ഒരേ സമയം മഹാഭാരതത്തിലെ ഈ പ്രത്യേക ഭാഗത്തിന്റെയെങ്കിലും കാലപ്പഴക്കത്തിലേക്കും അതോടൊപ്പം ഇന്ത്യയുടെ ചരിത്രത്തിലേക്കും തുറന്നുവച്ച ജനാല കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബിംബിസാറിന്റെ കാലത്താണ് രാജഗൃഹം മഗധയുടെ തലസ്ഥാനമായി മാറുന്നത് എന്നാണ് ചരിത്ര നിരീക്ഷണം. BC 558 മുതൽ 491 വരെ മഗധ സാമ്രാജ്യം ഭരിച്ചിരുന്നത് മൗര്യ ചക്രവർത്തിയായിരുന്നു. അങ്ങനെ അവിടെ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ബിംബിസാർ. അങ്ങനെയെങ്കിൽ മഹാഭാരതത്തിൽ ഈ ശ്ലോകങ്ങൾ ഇടം പിടിക്കുന്നത് BC 4-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലോ 5-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ ഒക്കെ ആയിരിക്കാനാണ് സാധ്യത. അതിന് മുമ്പായിരിക്കാൻ ഏതായാലും ഇടയില്ല എന്നർത്ഥം. കാരണം മുമ്പ് പറഞ്ഞതുപോലെ അർജുനന്റെ ആകാശം മഗധയിൽ പോയോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. അവിടെ അദ്ദേഹം മേഘസന്ധനുമായി യുദ്ധം ചെയ്തോ എന്നും നമുക്ക് പ്രസക്തിയുള്ള കാര്യമല്ല. പക്ഷേ BC 5-ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരു കഥയിൽ പോലും മഗധ എന്ന രാജ്യത്തെ രാജഗൃഹവുമായി ചേർത്തു പറയാനോ രാജഗൃഹം എന്ന ആ നഗരത്തിന് പേര് പറയാനോ കഴിയാനിടയില്ല എന്നർത്ഥം. മഗധ എന്ന രാജ്യത്തിലെ രാജാക്കന്മാർ പിൽക്കാലത്ത് ബുദ്ധമതം സ്വീകരിച്ചവരായിരുന്നു. ഭീമസേനനും കൃഷ്ണനും കൂടി ജരാസന്ധനെ വധിക്കാൻ ബ്രാഹ്മണ വേഷത്തിൽ പോകുന്നതിനെ കുറിച്ചുള്ള കഥകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അവിടെ ബുദ്ധവികാരങ്ങളായിരുന്നു, ചൈത്യങ്ങളാണ് ഇവർ നശിപ്പിക്കുന്നത്. ചൈത്യങ്ങൾ എന്ന് പറയുന്നത് കാവുകളാണ്. പിന്നീട് ബുദ്ധവിഹാരങ്ങളും ബുദ്ധമത വിശ്വാസികളുടെ ആരാധനാലയങ്ങളൊക്കെ മാറുകയായിരുന്നു എന്നും പറയുന്നുണ്ട്. മഗധയുമായി ഹസ്തിനപുരത്തിനും കുരുരാജ്യത്തിനും ഉണ്ടായിരുന്ന ശത്രുത ആര്യരാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ച രാജാക്കന്മാരും തമ്മിലുണ്ടായിരുന്ന ശത്രുതയും ആവാമെന്നർത്ഥം. സമുദ്രതീരത്തുകൂടെ യഥേഷ്ടം സഞ്ചരിച്ച് വങ്കം, പുണ്ട്രം, കേരളം എന്നീ പ്രദേശങ്ങളിലൊക്കെ യുധിഷ്ഠിരന്റെ കുതിരയോടൊപ്പം അർജുനനും എത്തിയിരുന്നു എന്നാണ് അശ്വമേധിക പർവ്വത്തിൽ സ്ഥാപിക്കുന്നത്. മാത്രമല്ല നിരവധി മ്ലേച്ഛ രാജാക്കന്മാരെയും സൈന്യങ്ങളെയും അർജുനൻ തന്റെ ഗാണ്ഡീവത്താൽ പരാജയപ്പെടുത്തി എന്നും ഇവിടെ പറയുന്നുണ്ട്. അശ്വം പിന്നീട് നിഷാദന്മാരുടെ രാജ്യത്ത് പ്രവേശിച്ചു എന്ന് പറയുന്നു. ഏകലവ്യന്റെ പുത്രനായിരുന്നു അത്ര അക്കാലത്ത് നിഷാദ രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹം അർജുനനുമായി കടുത്ത പോരാട്ടം നടത്തി. അശ്വമേധയാഗത്തിന് തടസ്സമായി നിന്ന നിഷാദ രാജാവിനെ അതിഘോരമായ യുദ്ധത്തിന് ശേഷം അർജുനൻ പരാജയപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദക്ഷിണ ദിക്കിലുള്ള അർണവം അഥവാ കടൽത്തീരം വരെ അശ്വം ചെന്നു എന്ന് പറയുന്നു. ഏകലവ്യൻ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന വെറുമൊരു നിഷാദബാലനായിരുന്നില്ല എന്നും ഏകലവ്യന്റെ വംശം നിഷാദന്മാരുടെ പ്രബലമായ വംശമായിരുന്നു എന്നും സൂചിപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതിനിടയിൽ ഒരിക്കൽ കൃഷ്ണൻ ഏകലവ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അർജുന, നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഏകലവ്യനെ ഞാനാണ് വധിച്ചത്. പെരുവിരൽ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും അവൻ മൃഗത്തോല് കൊണ്ട് ഒരു പ്രത്യേക കയ്യുറയുണ്ടാക്കി വിരലിന്റെ പരിമിതിയെ അതിജീവിച്ച് യുദ്ധം ചെയ്തിരുന്നു എന്നൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട്. അർജുനന്റെ മേധാശ്വം ഗോകർണം വരെ എത്തിയതായിട്ട് മഹാഭാരതം പറയുന്നു. കർണാടകത്തിലെ വളരെ പ്രശസ്തമായ ഒരു കടലോര നഗരമാണ് ഗോകർണം. ഇന്നും ആ പേരിൽ തന്നെയാണ് ഗോകർണം അറിയപ്പെടുന്നത്. ഗാന്ധാരദേശത്തെ അർജുനൻ നശിപ്പിക്കുമെന്ന ഘട്ടത്തിൽ സന്ധി സംഭാഷണം നടത്തുന്നത് അർജുനനുമായിട്ട് രഞ്ജിപ്പിലെത്തുന്നതും അവിടുത്തെ രാജാവല്ല, രാജമാതാവാണ്. അപ്പൊ ആദ്യഘട്ടത്തിൽ ശകുനിയുടെ മകനാണ് യുദ്ധത്തിന് വരുന്നത്. ശകുനിയോട് അർജുനനും പാണ്ഡവരും ചെയ്ത ക്രൂരതയൊക്കെ ഓർത്തുകൊണ്ട് ആ ശകുനിയെ വധിച്ചതിനെ കുറിച്ചുള്ള പ്രതികാരം വീട്ടാനായിട്ടാണ് ശകുനിയുടെ പുത്രൻ യുദ്ധത്തിന് വരുന്നത്. പക്ഷെ അർജുനനോട് അവർ ദയനീയമായി പരാജയപ്പെട്ട രാജാക്കന്മാരും ഒക്കെ നശിച്ചു പോകുന്ന ഘട്ടത്തിൽ രാജമാതാവ് വന്ന് അർജുനനുമായിട്ട് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെയാണ് യുദ്ധം പിൻവലിക്കുന്നതും ഈ അശ്വമേധ യാഗത്തിലേക്ക് ഈ രാജാക്കന്മാരെയൊക്കെ വിളിക്കുന്നതും അതുപോലെ അതിനുള്ള സമ്മാനങ്ങളൊക്കെ അർജുനന് കൊടുത്തയക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ സ്ത്രീയാണ്. അപ്പോൾ സാധാരണ സ്ത്രീകളെ പോലെ പുത്രന്മാരോ ഭർത്താക്കന്മാരോ യുദ്ധത്തിന് പോകുമ്പോൾ നെറുകിൽ സിന്ദൂരം തൊട്ട് പറഞ്ഞയക്കുകയും മരിച്ചു വരുന്ന സമയത്ത് ശാന്തിപർവ്വത്തിൽ കാണുന്നത് പോലെ കുരരി പക്ഷികളെ പോലെ നെഞ്ചത്തടിച്ച് കരയും മാത്രമല്ല ഗാന്ധാരത്തിലെ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നത് അവര് യുദ്ധത്തിൽ ഇടപെടുകയും സന്ധി സംഭാഷണത്തിൽ ഇടപെടുകയും പുരുഷന്മാരെ പോലെ ധീരമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്ന് അർത്ഥം. അപ്പം ഈ ഗാന്ധാരത്തിലെ ഈ സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് കർണൻ അധിക്ഷേപിക്കുന്നത്. അവര് മോശം സ്ത്രീകളാണെന്ന് പറയുന്നതും അവർ സ്വാതന്ത്ര്യം കൂടുതൽ എടുക്കുന്നുവെന്നും പുരുഷന്മാരെ പോലെ പെരുമാറുന്നുവെന്നും പുറത്തു സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കർണനും ഈ സ്ത്രീകളെ അപമാനിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അവരുടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് ഗാന്ധാരത്തിലെ സ്ത്രീകളെ കാണാം. യുദ്ധത്തിനെതിരെ സ്ത്രീകൾ പ്രതികരിക്കുന്ന സമാനമായിട്ടുള്ള ഒരു സന്ദർഭം ഗ്രീക്ക് പുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെയാണ് ഇതേപോലെ ശകുന്തളയും ഇങ്ങനെ ഇടപെടുന്നുണ്ട്. നളനും രാജാക്കന്മാരുമായിട്ടുള്ള നളനും കലിയും തമ്മിലുള്ള
ഈ ചൂതുകളി മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശകുന്തള യുദ്ധത്തിൽ രാജ്യഭരണത്തിൽ ഇടപെട്ടിട്ട് മന്ത്രിമാരെ അമാത്യന്മാരെ വിളിച്ചു വരുത്തുകയും എന്തൊക്കെ എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടു എന്നും ഇനി എന്തൊക്കെയാണ് നഷ്ടപ്പെടാനുള്ളതിൻ്റെ കണക്ക് ചോദിക്കുകയും രാജാവിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾക്ക് വിജയിക്കാൻ പറ്റുന്നില്ല. അതേപോലെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ തൊട്ട് മുമ്പായിട്ട് സന്ധി സംഭാഷണത്തിന് വേണ്ടി കൃഷ്ണൻ ഹസ്തിനപുരത്തിൽ ചെല്ലുന്നു. അവിടെ ദുര്യോധനനായിട്ട് സംസാരിക്കുന്നു. ദുര്യോധനൻ വഴങ്ങുന്നില്ല. അത് കണ്ടപ്പോൾ ഗാന്ധാരി ഇടപെടുന്നുണ്ട്. ഈ പുത്രനെ ഉപേക്ഷിക്കൂ എന്നും ഇവനെ കൊന്ന് രാജ്യം രക്ഷിക്കൂ എന്നൊക്കെ ധൃതരാഷ്ട്രോട് പറയുന്നുണ്ട്. ഗാന്ധാരിയുടെ വാക്കുകൾ പക്ഷേ ധൃതരാഷ്ട്രം കേൾക്കുന്നില്ല. ഇവിടെ പക്ഷേ ഈ ഗാന്ധാരത്തിലെ രാജമാതാവിന് വിജയിക്കാൻ പറ്റുന്നുണ്ട്. ഗാന്ധാരത്തിലെ രാജമാതാവ് തീരുമാനിച്ച പോലെയാണ് പിന്നീട് യുദ്ധം ഇനി വേണ്ട എന്ന തീരുമാനത്തിലെത്തി യുദ്ധം നിർത്തുന്നതും സമാധാനത്തിൽ പിരിയുന്നതും പിന്നീട് അശ്വമേധ യാഗത്തിൽ ഇവർ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ യുദ്ധത്തിനെതിരെ പ്രതികരിക്കുന്ന സ്ത്രീകൾ സമാനമായിട്ടുള്ള സന്ദർഭം നമുക്ക് ഗ്രീക്ക് പുരാണത്തിൽ കാണാൻ സാധിക്കും. ലിസിസ്ട്രാസ് എന്ന നാടകത്തിൽ ഈ കഥയാണ് പറയുന്നത്. വളരെ വർഷങ്ങളോളം നീണ്ടുനിന്ന ഏഥൻസും സ്പാർട്ടയും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പം സ്ത്രീകൾ ഇടപെട്ടിട്ട് ആ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ആ ലിസിസ്ട്രാസ് എന്ന് പറയുന്ന നാടകത്തിന്റെ തീം. ആ നാടകത്തിൽ പക്ഷേ എന്താ ചെയ്യുന്ന സ്ത്രീകൾ യുദ്ധഭൂമിയിലേക്ക് പോവുക ആയുധമെടുക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരെ മുഴുവൻ ലൈംഗിക ബന്ധത്തിൽ നിന്നും എന്താണ് പറയുക റദ്ദ് ചെയ്യുകയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നിഷേധിക്കുകയാണ്. അങ്ങനെയാണ് നിർബന്ധിക്കുന്നത്. പുരുഷന്മാരെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള വിശേഷപ്പെട്ടൊരു കഥയാണ് ഈ ലിസിസ്ട്രാസ് എന്ന നാടകത്തിൽ പറയുന്നത്. നാടകത്തിന്റെ പരിസമാപ്തി അഥവാ ക്ലൈമാക്സ് ചെത്തിക്കുറിപ്പിച്ചതുപോലെ പെട്ടെന്ന് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതായിരിക്കണമെന്ന് അരിസ്റ്റോട്ടിൽ നിരീക്ഷിക്കുന്നുണ്ട്. സമാനമായൊരു തീർപ്പാണ് വ്യാസമഹാഭാരതത്തിൻ്റെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അശ്വമേധിക പർവം, മൗസല പർവം തുടങ്ങിയ അവസാന ഭാഗത്തെ അധ്യായങ്ങളിൽ ചെത്തിക്കുറിപ്പിച്ചതുപോലെ ക്രമേണ ചെറുതായി വരുന്നതും പെട്ടെന്ന് സംഘർഷത്തിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 353 അധ്യായങ്ങളുണ്ട് ശാന്തി പർവ്വത്തിൽ, വലിയ പർവ്വമാണ്. അശ്വമേധിക പർവ്വത്തിൽ 96, ആശ്രമവാസിക പർവ്വത്തിൽ 47, മൗസല പർവ്വത്തിൽ 9, മഹാപ്രസ്ഥാനത്തിൽ 3 അധ്യായങ്ങളുടെ എണ്ണം ചുരുങ്ങുന്നു, അതിൻ്റെ വലിപ്പവും ചുരുങ്ങുന്നു, പെട്ടെന്ന് തീർപ്പിലേക്ക് എത്തുകയും ചെയ്യുന്നു. മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട പല കഥാപാത്രങ്ങളും ഒറ്റയടിക്കാണ് മരണപ്പെടുന്നത്. വിതുരര്, ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി എന്ന് തുടങ്ങിയവരെല്ലാം ഒരുമിച്ച് കാട്ടിൽ വെച്ച് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ആശ്രമവാസിക പർവ്വത്തിലാണ് ഇവരെല്ലാം മരണപ്പെടുന്നത്. ബലരാമനും കൃഷ്ണനും അടക്കം യാദവ വംശം ഒന്നാകെ ഒടുങ്ങിപ്പോയിരിക്കുന്നു എന്ന് ആദ്യം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് മൗസല പർവം ആരംഭിക്കുന്നത്. അവർ എങ്ങനെയാണ് മരിച്ചത് എന്ന കാര്യം മാത്രമാണ് പിന്നീട് വിശദീകരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ കഥ ആദ്യം തന്നെ പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുന്ന ഈ ആഖ്യാന രീതി മഹാഭാരതത്തിൽ പല പർവ്വത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം 36 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന്റെ രാജ്യത്ത് പല ദുർനിമിത്തങ്ങളും കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ മഹാപ്രസ്ഥാനത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള വിവരങ്ങൾ പറയുന്നത്. അതിശക്തമായ ചുടുകാറ്റ് 4 ഭാഗത്തു നിന്നും വീശിയടിച്ചു. കാറ്റിൽ നിന്നും കല്ലുകൾ ചിതറി വീണു തുടങ്ങി. വലത്തു നിന്നും ഇടത്തോട്ട് വൃത്തം തീർത്തുകൊണ്ട് ശകുനികൾ അഥവാ കഴുകന്മാർ പറക്കാൻ തുടങ്ങി. മഹാനദികൾ എതിർദിശയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ചക്രവാളത്തിൽ ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. ഇങ്ങനെയുള്ള കുറെ ദുർനിമിത്തങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കസ്യജിത്വ അഥ കാലസ്യ കുരുരാജോ യുധിഷ്ഠിര ശുശ്രാവ വൃഷ്ണിചക്രസ്യ മൗസലേ കഥനം കൃതം വിമുക്തം വാസുദേവം ച ശ്രുത്വാ രാമം ച പാണ്ഡവ സമാനീയാബ്രവിത് ഭ്രാതൃൻ കിം കരിഷ്യാമ ഇത്യുത. ആശ്രമവാസിക പർവ്വത്തില് 36 വർഷത്തെ ഭരണം കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ധൃതരാഷ്ട്രം, വിതുരരും, ഗാന്ധാരിയും, കുന്തിയും കൂടെ വനത്തിലേക്ക് പോകുന്നുണ്ട്. വനത്തിൽ വെച്ചിട്ട് അവർ മരിക്കുകയാണ് ചെയ്യുന്നത്. വിതുരര് ഭക്ഷണം പോലും കഴിക്കാതെ വായിൽ കല്ല് തിരുകി ഭ്രാന്തനെ പോലെ ഓടി നടന്ന അവസാനം യുധിഷ്ഠിരൻ കാണാൻ വേണ്ടി ഓടി ചെല്ലുമ്പോൾ അയാൾ നഗ്നനായിട്ട് ദൂരേക്ക് ഓടിപ്പോയി മറിയാണ് ചെയ്യുന്നത്. നഗ്നനായിട്ട് കാട്ടിൽ വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. കാട്ടുതീ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ അവർ യജ്ഞത്തിന് അവർ പൂജയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ തീ പിടിച്ച് കാട്ടുതീയായപ്പോൾ ഓടി രക്ഷപ്പെടാനുള്ള ശക്തി പോലും ഇല്ലാതെ കാട്ടുതീയിൽ വന്നിട്ടാണ് ധൃതരാഷ്ട്രം, കുന്തിയും ഗാന്ധാരിയും ഒക്കെ മരിക്കുന്നത്. സഞ്ജയൻ മാത്രം ഈ വിവരം കാട്ടിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട്, അല്ല ഹസ്തിനപുരത്തിൽ വെച്ചെന്ന് പറയാൻ വേണ്ടിയിട്ട് ജീവനോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വർഷം കഴിഞ്ഞിട്ടാണ് ദുർനിമിത്തങ്ങൾ കണ്ടതിൻ്റെ പേരിൽ ഭരണമൊക്കെ അവസാനിപ്പിച്ച്
വാനപ്രസ്ഥത്തിന് അല്ലെങ്കിൽ മഹാപ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ ഇവർ തയ്യാറാവുന്നത് യുധിഷ്ഠിരൻ. അപ്പോൾ അവർ കേൾക്കുന്ന വാർത്തകളായിട്ടാണ് എന്ത് വരുന്നത്, ഒരു മൗസലം, ഒരു ഇരുമ്പുലക്കയാൽ യാദവന്മാരുടെ വംശം ഒന്നായിട്ട് മുടിഞ്ഞുപോയി എന്നും കൃഷ്ണനും ബലരാമനും ഒക്കെ മരണപ്പെട്ടു എന്നും കേവലം ഒരു വാർത്തയായിട്ട്, ആരൊക്കെ പറഞ്ഞ വാർത്തയായിട്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. അർജുനന്റെ അടുത്തേക്കാണ് ആദ്യം ആളെ പറഞ്ഞു വിടുന്നത്. കൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പായിട്ട് ദ്വാരകയിലെ സ്ത്രീകളെ രക്ഷപ്പെടുത്തണം, ദ്വാരക കടലെടുത്ത് പോവും എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ ഒരു നിയോഗം അനുസരിച്ച് ഒരു ദൂതം വരികയും അങ്ങനെ കൃഷ്ണൻ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും, കൃഷ്ണനല്ല അർജുനൻ ദ്വാരകയിൽ ചെന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാണ്. അർജുനൻ വന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് പാണ്ഡവരും യുധിഷ്ഠിരനൊക്കെ, ബാക്കി പാണ്ഡവരും യുധിഷ്ഠിരനൊക്കെ ഈ കാര്യം അറിയുന്നത്. കുരുരാജനായ യുധിഷ്ഠിരൻ ആ കാലത്തു തന്നെ മറ്റൊരു സങ്കടകരമായ വാർത്ത കൂടി കേട്ടു. വൃഷ്ണികളുടെ വംശം ഒന്നാകെ ഇരുമ്പുലക്കയാൽ നശിപ്പിക്കപ്പെട്ടു എന്നും കൃഷ്ണനും ബലരാമനും മാത്രമാണ് ബാക്കിയായതുമെന്നുമായിരുന്നു ആ വാർത്ത. യുധിഷ്ഠിരൻ ഉടനെ തന്നെ തൻ്റെ സഹോദരന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവരുമായിട്ട് ആലോചന നടത്തി. മുസ്സലം എന്നാൽ ഇരുമ്പുലക്കയാണ്. മുസ്സലം കൊണ്ടാണ് ഇവർ മരണപ്പെട്ടു എന്ന് പറയുന്നത്. ശുശ്രാവ വൃഷ്ണിചക്രസ്യ മൗസലേ കഥനം കൃതം. മുസ ഖണ്ഡനേ മുസലം എന്നാണ് നിർവചനം. ഇതുകൊണ്ട് നെല്ലു കുത്തുന്നു എന്നതിനാലാണ് അത്ര മുസലം എന്ന പേര് വന്നത്. രേവതീ രമണോ രാമ കാമബാലോഹലായുധ നീലാംബരോ രൗഹിണേയ സ്ഥാലംബകോ മുസലീഹലി എന്ന് ബലരാമനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകമുണ്ട്. മുസലം ഉപയോഗിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മുസലി ബലരാമന്റെ പര്യായവും മുസലം ആയുധവും ആണ്. മുസ ഖണ്ഡനെ എന്നതിന് സംശയത്തെ തീർക്കുന്നത് എന്നും അർത്ഥം ഉണ്ട്. കർഷകരുടെയും കൃഷിയുടെയും ബിംബരൂപമായിട്ട് ബലരാമൻ ഇതിനു മുമ്പും മഹാഭാരതത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ടല്ലോ. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് കർഷകന്റെ പ്രതിനിധിയായ ബലരാമൻ കൃഷിക്കാരെയൊക്കെ കൂട്ടിയിട്ടാണ് പലായനം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഭോജവംശവും അന്ധകവംശവും ഒക്കെ അടങ്ങിയ വൃഷ്ണികൾ അഥവാ യാദവന്മാർ വൈശ്യരായിരുന്നു എന്ന് പ്രസിദ്ധം. കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു അവരുടെ തൊഴിൽ. നെല്ല് കുത്തുന്നതിനുള്ള ഉപകരണമായ മുസലം കാർഷിക വൃത്തിയെയും കർഷകരെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതിനാൽ മൗസലേ കഥനം കൃതം വൃഷ്ണിചക്രസ്യ എന്ന പരാമർശത്തിന് കാർഷിക കലാപങ്ങളാൽ വൃഷ്ണികളുടെ വംശം നശിച്ചു എന്നും അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. കൃഷ്ണന്റെ മരണവാർത്ത അവർക്ക് എന്ന് വെച്ചാൽ പാണ്ഡവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിച്ചില്ല. യുധിഷ്ഠിരനും മറ്റുള്ള ആളുകൾക്കും. മുസലം കൊണ്ട് യാദവന്മാരുടെ വംശമാകെ നശിച്ചുപോയ കഥ കേട്ടപ്പോൾ പാണ്ഡവർ വിഷണ്ണരും എല്ലാ പ്രതീക്ഷയും നശിച്ചവരുമായി കാണപ്പെട്ടു. തപോധനന്മാരായ വിശ്വാമിത്രനും നാരദനും കണ്ണനും അടക്കമുള്ള മഹർഷിമാർ ഒരിക്കൽ ദ്വാരകയിൽ ചെന്നു. കൃഷ്ണനെയും ബലരാമനെയും സന്ദർശിക്കുക എന്നതായിരുന്നു അത്രേ അവരുടെ ആഗമനോദ്ദേശ്യം. സാരണന്റെ നേതൃത്വത്തിലുള്ള യാദവന്മാർ അവരെ സമീപിച്ചു. സാമ്പൻ എന്ന ഒരു യാദവനെ സ്ത്രീയുടെ വേഷം കെട്ടിച്ചുകൊണ്ട് മുന്നിൽ നടത്തിയായിരുന്നു അവർ മുനിമാരുടെ അടുത്തേക്ക് ചെന്നത്. യാദവന്മാരുടെ വംശത്തെ ശിക്ഷിക്കണം എന്ന ദൈവനിശ്ചയം അനുസരിച്ചായിരുന്നു അവർക്ക് അങ്ങനെ തോന്നിയതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു പുരുഷൻ, കൃഷ്ണന്റെ പുത്രനായിരുന്നു സാമ്പൻ, ആ സാമ്പൻ സ്ത്രീയുടെ വേഷം കിട്ടി മുനിമാരുടെ മുമ്പിൽ ചെന്നിട്ട് ഈ സ്ത്രീ ഗർഭിണിയായ സ്ത്രീയുടെ വേഷമാണ് കിട്ടിയത്, ഈ സ്ത്രീ എപ്പോഴാണ് പ്രസവിക്കുക, ഏത് കുട്ടിയെയാണ് പ്രസവിക്കുക എന്നൊക്കെ മുനിമാരെ കളിയാക്കിയെന്നും ഈ സ്ത്രീ പ്രസവിക്കുന്നത് ഇരുമ്പൊലക്കയായിരിക്കും, ആ ഇരുമ്പൊലക്കയാൽ നിങ്ങളുടെ വംശം മുടിയും എന്ന് മുനിമാർ പറഞ്ഞതായിട്ടാണ് കഥ. കൃഷ്ണന് ജാമ്പവതിയിൽ ജനിച്ച പുത്രനാണ് സാമ്പൻ എന്ന് പറയുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ 16,008 ഭാര്യമാരെയും സാമ്പൻ കാമിച്ചിരുന്നു എന്ന കഥയുണ്ട്. അതിൻ്റെ പേരിൽ ഒരിക്കൽ നാരദൻ സാമ്പനെ ശപിക്കുന്നും ഉണ്ട്. സാമ്പനെ സ്ത്രീവേഷം കെട്ടിച്ച് മുനിമാരെ വഞ്ചിക്കാൻ ശ്രമിച്ചു എന്നും ഇവൾ എന്തു കുഞ്ഞിനെയായിരിക്കും പ്രസവിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഇവൾ ഇരുമ്പുലക്കയായിരിക്കും പ്രസവിക്കുക, ആ ഇരുമ്പുലക്കയാൽ യാദവരുടെ വംശം മുടിയുമെന്ന് മുനിമാർ ശപിച്ചതായിട്ടുമാണ് മഹാഭാരതത്തിൽ പറയുന്നത്. വൃഷ്ണികളുടെയും അന്ധകന്മാരുടെയും ഭവനത്തിൽപ്പെട്ട നഗരവാസികളിൽ ആരും തന്നെ മദ്യവും ലഹരി വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്നും നഗരത്തിൽ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ നിർത്തിവെക്കാനും ഉഗ്രസേനൻ എന്ന യാദവന്മാരുടെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പം മദ്യപിച്ച് മതോന്മത്തരായി തമ്മിൽ തല്ലിയാണ് യാദവന്മാർ നശിക്കാൻ പോകുന്നതെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് മുനിമാരുടെ ശാപത്തിന് മുമ്പ് തന്നെ. ഇവരുടെ മദ്യപാനാസക്തിയും ഇവരുടെ ആഘോഷത്വരൊക്കെ അത്രയും വർദ്ധിച്ചിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ ഇനി ആരും മദ്യപിക്കരുതെന്നും മദ്യം വാറ്റരുതെന്നും കുടിക്കരുതെന്നൊക്കെ ഉഗ്രസേനൻ കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷെ ആ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലംഘിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് പ്രേരണ നൽകിക്കൊണ്ട്
ഉഗ്രസേനന്റെ രാജകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ബലരാമനും ശ്രീകൃഷ്ണനും ആണ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, രാജാവിന്റെ ശാസനം നിലനിൽക്കാത്ത കുറെ ദൂരെയുള്ള ഒരു കടപ്പുറത്തേക്ക് ആളുകളെ മുഴുവനും കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഇഷ്ടം പോലെ മദ്യപിക്കുകയും ലഹരിയിൽ ആറാടുകയും ചെയ്ത് അവിടെ വെച്ചാണ് കലാപം ആരംഭിക്കുന്നതും യാദവന്മാർ തമ്മിൽ തല്ലി നാശം തുടങ്ങുന്നതും. അപ്പൊ രാജ്യശാസന ഭയന്ന് ജനങ്ങൾ മദ്യം ഉപയോഗിക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും പൂർണ്ണമായി ഉപേക്ഷിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ യാദവന്മാരെ മുഴുവൻ പിന്നീട് വഴിതെറ്റിക്കുന്നത് കൃഷ്ണനും ബലരാമനും ചേർന്നാണ്. കടലോരത്തേക്ക് തീർത്ഥയാത്ര പോകുന്നതിനോടൊപ്പം മദ്യവും ഭോജ്യവസ്തുക്കളും കൊണ്ടുപോകുന്നതും തീർത്ഥയാത്ര എന്ന പേരിൽ നടത്തിയ ആഘോഷങ്ങളിൽ വെച്ച് അളവില്ലാതെ മദ്യപിച്ച് തമ്മിൽ തല്ലാൻ യാദവർക്ക് അവസരം ഒരുക്കുന്നതുമൊക്കെ കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൃഷ്ണൻ അവതാര പുരുഷനായിരുന്നു എന്നും ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് കൃഷ്ണൻ അവതാരം എടുത്തത് എന്നും അതിനുവേണ്ടിയായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരോടൊപ്പം നിലകൊണ്ടതും കൗരവപക്ഷത്തെ ആകെ നശിപ്പിച്ചതും എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറഞ്ഞു വരാറുള്ളത്. പക്ഷെ നമ്മൾ മഹാഭാരതം നോക്കുന്ന സമയത്ത് കൃഷ്ണൻ ഏതു ധർമ്മത്തോടൊപ്പമായിരുന്നു നിലകൊണ്ടത് എന്ന് നമുക്ക് സംശയം തോന്നും. അഥവാ കൃഷ്ണന് സ്വന്തമായി എന്തെങ്കിലും നിലപാട് ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയം തോന്നും. സ്വന്തം സൈന്യത്തെ കൗരവപക്ഷത്തിന് യുദ്ധം ചെയ്യാൻ വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു കൃഷ്ണൻ ധർമ്മപക്ഷത്തുള്ള പാണ്ഡവരെ സഹായിക്കാൻ പുറപ്പെട്ടത്. അവസാനം യുദ്ധത്തിൽ പാണ്ഡവർ ജയിക്കുകയും കൗരവർ തോൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പാണ്ഡവരുടെ ശിബിരത്തിൽ രാത്രി പ്രവേശിച്ച് പാണ്ഡവ പക്ഷത്തുള്ള മുഴുവൻ കുട്ടികളെയും പോരാളികളെയും ദ്രൗപദിയുടെ സഹോദരന്മാരെ അടക്കം എല്ലാവരെയും കൊന്നൊടുക്കാൻ നേതൃത്വം നൽകുന്നത് കൃഷ്ണന്റെ ശിഷ്യനും അദ്ദേഹത്തിന്റെ കൃഷ്ണനെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന കൃതവർമ്മനും കൂടി ചേർന്നാണ്. മാത്രമല്ല അവിടെ വളരെ നമ്മൾ നേരത്തെ വിശദീകരിച്ചൊരു കാര്യമാണ്, ഹസ്തിനപുരത്തിലെ കൊട്ടാരത്തിൽ വെച്ച് ധൃതരാഷ്ട്രോട് യുദ്ധത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ പെട്ടെന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നതിന് വേണ്ടിയാണ്, ശിബിരത്തിൽ എന്തോ അപകടം സംഭവിക്കാൻ ഇടയുണ്ട്, പാണ്ഡവന്മാർ അപകടത്തിലാണ് എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ശിബിരത്തിൽ സംഭവിക്കാനുള്ള അപകടത്തെക്കുറിച്ച് കൃഷ്ണന് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടുന്നുണ്ട്. കൃഷ്ണൻ പക്ഷെ അതിൽ ഇടപെടുന്നില്ല. പാണ്ഡവരോട് ഈ അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പാണ്ഡവർക്ക് നൽകുന്നില്ല. അതിന് പകരം സൂത്രത്തിൽ പാണ്ഡവരെ ശിബിരത്തിൽ നിന്നും മാറ്റിക്കളയുക മാത്രമാണ് കൃഷ്ണൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തു പറ്റി, രാത്രി അശ്വത്ഥാമാവും കൃതവർമാവും ഒക്കെ അതിക്രമിച്ച് കയറി ഈ ശിബിരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മുഴുവൻ മനുഷ്യരെയും വെട്ടിയും കുത്തിയും കൊന്നും ചവിട്ടിയും അരച്ച് കൊല്ലുമ്പോൾ അവരെ സഹായിക്കാൻ ഒരുപക്ഷെ കഴിയുമായിരുന്ന അർജുനനും ഭീമനും നകുല സഹദേവന്മാരും യുധിഷ്ഠിരനും അടക്കമുള്ള ആൾക്കാരൊന്നും ശിബിരത്തിൽ ഇല്ലാതെയാക്കി കളഞ്ഞു എന്നർത്ഥം. അതാണ് കൃഷ്ണന്റെ ഇടപെടലായിട്ട് നമുക്ക് പറഞ്ഞത്. അപ്പൊ അവിടെയാണ് ഒരു കേശവൻ എന്നൊരു വാക്കിന്റെ പ്രസക്തി. കേശവൻ എന്ന വാക്ക് കൃഷ്ണന്റെ പര്യായമായി വരുന്നത് ഇവിടെ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ജലത്തിൽ ശവം എന്നതുപോലെ പൊങ്ങിക്കിടക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്ന അർത്ഥം. കേശവൻ എന്ന വാക്കിന്റെ നിരുക്തം അങ്ങനെയാണ്. പ്രളയകാലത്ത് പ്രളയജലത്തിൽ ശവം എന്നതുപോലെ ഒന്നിലും ഇടപെടാതെ കിടന്നവൻ എന്നാണ് കേശവൻ എന്ന വാക്കിന്റെ അർത്ഥം. ആ വാക്ക് ഇവിടെ ഏറ്റവും പ്രസക്തമാവുന്നത് ഈ യുദ്ധത്തിന്റെയും യുദ്ധത്തിന് ശേഷമുള്ള സന്ദർഭത്തിലും തന്റെ പക്ഷത്തോ എതിർപക്ഷത്തോ നിൽക്കുന്ന ആരെയും സംരക്ഷിക്കാൻ പുറപ്പെടാതെ നിസ്സംഗത പാലിച്ചു എന്നാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ തന്റെ കാലത്തു നിലനിന്നിരുന്ന നിരവധി രാജ്യങ്ങളിലെ മുഴുവൻ മനുഷ്യരുടെയോ ജീവിത പ്രശ്നങ്ങളോ തന്റെ തന്നെ വംശമായ വൃഷ്ണികളുടെയോ സാമൂഹ്യ ജീവിതത്തിലെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ പരിഹരിക്കാൻ മെനക്കെടാതെയാണ് നിൽക്കാതെയാണ് കടന്നു പോകുന്നത് എന്നർത്ഥം. താൻ ജീവിച്ചിരുന്ന ദ്വാരക എന്ന നഗരത്തിന്റെയും അവിടുത്തെ തന്റെ കുടുംബക്കാരെയും ബന്ധുക്കളെ പോലും നേർവഴിക്ക് നയിക്കാൻ കൃഷ്ണന് സാധിക്കുന്നില്ല. അഥവാ കൃഷ്ണൻ അതിനൊന്നും മെനക്കെടുന്നില്ല എന്നർത്ഥം. മാത്രമല്ല സ്വന്തം ജനതയുടെ ജീവിത ശൈലികളിൽ പോലും ഗുണപരമായ എന്തെങ്കിലും മാറ്റം വരുത്താൻ കൃഷ്ണൻ ശ്രമിക്കുന്നില്ല. കൃഷ്ണനും ബലരാമനും നോക്കി നിൽക്കെ മദ്യപിച്ച് തമ്മിൽ തല്ലിയാണ് അവർ നശിക്കുന്നത്. അവരുടെ മദ്യപാനത്തിനും നാശത്തിനും പ്രോത്സാഹനം നൽകുകയാണ് ഒരർത്ഥത്തിൽ കൃഷ്ണൻ ചെയ്തത് എന്ന് പറയാം. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ എന്നാണല്ലോ പരിഗണിക്കപ്പെടുന്നത്. മഹാവിഷ്ണു ആകട്ടെ പ്രപഞ്ചത്തിന്റെ സ്ഥിതി അഥവാ നിലനിൽപ്പിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഈശ്വരനും ആണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ശ്രീരാമനും ശ്രീകൃഷ്ണനും ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെയോ സ്വന്തം സമൂഹത്തിന്റെയോ ധാർമ്മിക പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ മരിച്ചു കളയുന്നത്? അവതാരങ്ങളുടെ ദൗത്യം എന്നത് കാലത്തിന്റെ പിറകോട്ട് പോക്കിനെ സഹായിക്കുക, അത് വേഗത്തിലാക്കുക മാത്രമാണ് എന്ന് തോന്നുന്നു. ഭാരതീയമായിട്ടുള്ള സങ്കല്പം അനുസരിച്ച് കൃതം ത്രേതം ദ്വാപരം കലി എന്നുള്ള തരത്തിലാണല്ലോ ചക്രം വെച്ചിരിക്കുന്നത്, കാലത്തിന്റെ ചക്രം. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും. അപ്പൊ കൃതയുഗത്തിന്റെ അവസാനം എന്ത് സംഭവിക്കണം? ധർമ്മം ക്ഷയിക്കണം.
ധർമ്മം ക്ഷയിച്ചിട്ട് പിന്നെ മോശമായാൽ മാത്രമേ ത്രേതായുഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ത്രേതായുഗത്തിൽ ധർമ്മം വീണ്ടും ക്ഷയിക്കണം. ധർമ്മം ക്ഷയിച്ചാൽ മാത്രമേ ദ്വാപരത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ദ്വാപരത്തിലാണ് കൃഷ്ണൻ നിൽക്കുന്നത്. ദ്വാപരത്തിൽ ധർമ്മം പിന്നെയും ക്ഷയിക്കണം. പിന്നെയും ക്ഷയിച്ച് അതിൻ്റെ ഏറ്റവും മോശമായിട്ട് അവസ്ഥയിൽ എത്തിയാൽ മാത്രമേ കലിയുഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കാലത്തെ, ധർമ്മത്തെ പിറകോട്ട് കൊണ്ടുപോവുക, ധർമ്മത്തെ ക്ഷയിപ്പിക്കുക എന്നൊരു ദൗത്യമാണ് അവതാര പുരുഷന്മാർക്കുള്ളതെന്നർത്ഥം. അതിൽ സഹായിക്കുകയാണ്, അതിനെ വേഗത്തിലാക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നർത്ഥം. ഇതാണ് കൃഷ്ണൻ അവതാരങ്ങളുടെ ദൗത്യം എന്നത്. കാലത്തിന്റെ പിറകോട്ട് പോക്കിനെ സഹായിക്കുക, അത് വേഗത്തിലാക്കുക എന്നാണ്. കഴിയുന്നതും വേഗത്തിൽ ദ്വാപരയുഗം അവസാനിപ്പിച്ച് കലിയുഗത്തിലേക്ക് മാറാൻ അവസരമൊരുക്കുക കൂടിയാണ് കൃഷ്ണൻ ചെയ്യുന്നത് എന്നും പറയാം. അധോഗതിയിലേക്കുള്ള ഈ പിന്തിരിഞ്ഞു നോട്ടം മനുഷ്യരുടെ പൊതുരീതിയാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. കഴിഞ്ഞ കാലം കൂടുതൽ ഭേദമായിരുന്നു എന്നും പുതിയ കാലത്ത് എല്ലാ നന്മകളും കെട്ടുപോയി എന്നും സ്ഥാപിക്കാനാണ് നമ്മളെല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പൊതുവെ മനുഷ്യർ പുതിയ തലമുറ ആകെ നശിച്ചുപോയി എന്നും പുതിയ ഭരണകൂടങ്ങൾ അഴിമതി മാത്രം നടത്തുന്നവരാണ് എന്നും എല്ലാ മൂല്യബോധവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും നല്ല കവിതയുടെയും കഥയുടെയും മറ്റു സാഹിത്യ സൃഷ്ടികളുടെയും കാലം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നും ഒക്കെ പറഞ്ഞ് വിലപിക്കുന്ന സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്, അറിയാതെയാണെങ്കിലും നമ്മൾ മതങ്ങൾ നിർമ്മിച്ചു വെച്ച സങ്കല്പനങ്ങളുടെ തടവറയിൽ വട്ടം ചുറ്റുകയാണ് എന്ന്. എന്നാൽ ഈ ധാരണയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ധാരണയും മഹാഭാരതത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് ദർശനങ്ങൾ മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. ഭീഷ്മരോട് സംശയം ചോദിക്കുമ്പോൾ അതിന് മുമ്പും ഒക്കെ തന്നെ വരുന്ന ഒരു ശ്ലോകം, കാലോവ കാരണം രാജ്ഞ രാജോവ കാലകാരണം ഇതിതേ സംശയമാഭൂത് രാജ കാലസ്യ കാരണം. നല്ല കാലമാണോ നല്ല രാജാക്കന്മാർക്ക് നിമിത്തമാകുന്നത്, അതല്ലെങ്കിൽ നല്ല രാജാക്കന്മാരാണോ നല്ല കാലത്തിന് നിമിത്തമാകുന്നത് എന്നതിനെക്കുറിച്ച് നിനക്ക് യാതൊരു സംശയവും വേണ്ട. രാജ കാലസ്യ കാരണം, രാജാവാണ് കാലത്തിന് കാരണമാകുന്നത്. നല്ല രാജാവ് നല്ല ഭരണം നടത്തിയാൽ നല്ല കാലം വരും, മോശം ഭരണം നടത്തിയാൽ ചീത്തകാലം വരും എന്ന് ഭീഷ്മർ പറയുന്നുണ്ട്, മഹാഭാരതത്തിൽ പലർത്തും പറയുന്നുണ്ട്. പക്ഷെ പൊതുവെ മഹാഭാരതത്തിന്റെ പ്രയാണം എന്ന് പറയുന്നത് ആ രീതിയിലല്ല. ഓരോ കാലം കഴിഞ്ഞനുസരിച്ചിട്ട് വെള്ളക്കുതിരയുടെ ഈ വെള്ള കാളയുടെ കാലുകൾ ഓരോന്നോരോന്ന് നഷ്ടപ്പെടുമെന്നും അവസാനം ധർമ്മം ക്ഷയിക്കുന്നത് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ കലിയുഗത്തിലേക്ക് പോകാനാണ് എന്നുമാണ്. അപ്പൊ കലിയുഗത്തിലേക്ക് എത്തിക്കുക, ദ്വാപരം വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ച് കലിയുഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ള സമൂഹത്തെ അധപ്പതിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു അവതാര പുരുഷനായിട്ടാണ് നമുക്ക് കൃഷ്ണനെ ഇതിൽ കാണാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ മാനവവംശത്തിന്റെ ഗതി ഇങ്ങനെ പിന്നോട്ടല്ല മുന്നോട്ടാണ് എന്ന് കാണാൻ നമ്മുടെ യുക്തിബോധവും കണ്ണും കാതും തുറന്നു വെക്കുക മാത്രം മതിയാകും. പക്ഷെ കഴിഞ്ഞുപോയ നന്മകളിൽ അഭിരമിക്കാനാണ് മനുഷ്യർക്ക് എല്ലായ്പ്പോഴും താല്പര്യം എന്നർത്ഥം. വസുദേവരുടെ മരണവും ശവസംസ്കാരം നടക്കുമ്പോഴാണ് മഹാഭാരതത്തിൽ ആദ്യമായിട്ട് സദ്യ അനുഷ്ഠിക്കുന്നതിന്റെ ചടങ്ങ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തം ദേവകീച ഭദ്രാജ രോഹിണീ മതിരാതഥ അന്വ ആരൂഢം വ്യവസിത ഭർത്താരം യുഷിതം വരാഹ. മൗസല പർവ്വത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. തുടർന്ന് വസുദേവരുടെ പത്നിമാരായ ദേവകിയും ഭദ്രയും രോഹിണിയും മധുരയും ഭർത്താവിന്റെ ശവശരീരത്തിലേക്ക് തന്നെത്താൻ എറിഞ്ഞു, ചിതയിലേക്ക് തന്നെത്താൻ എറിഞ്ഞു എന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ശൂരപുത്രനായ വസുദേവരുടെ ആ 4 വരാംഗനമാരും പിന്നീട് അഗ്നിയിൽ പ്രവേശിച്ചു എന്നും മരണപ്പെട്ട ഭർത്താവിന്റെ ചിതയിൽ ആ 4 സ്ത്രീകളും എരിഞ്ഞു തീർന്നു എന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സദ്യനുഷ്ഠിക്കലാണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്ന് പറയാം. ചന്ദനവും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ചേർത്ത ആ 4 സ്ത്രീകളെയും ഭർത്താവിന്റെ ചിതയിൽ കത്തിക്കുന്നത് പാണ്ഡുപുത്രനായ അർജുനൻ തന്നെയാണ്. ചിതയിലെ അഗ്നി കത്തി ഉയരുന്നതിനൊപ്പം വലിയ ശബ്ദം ഉയർന്നു കേൾക്കുന്നതായിട്ട് പറയുന്നുണ്ട് ശ്ലോകത്തിൽ. കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിന്റെയും മറ്റു വസ്തുക്കളുടെയും ശബ്ദവും മന്ത്രോച്ചാരണത്തിന്റെ ശബ്ദവും പൗരജനങ്ങളുടെ വിലാപവും ഒക്കെ കൂടിച്ചേർന്നതായിരുന്നു അത്രേ ആ ശബ്ദം, ആ ആരവം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ ആരവത്തിനിടയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ 4 സ്ത്രീകളുടെ പൊള്ളിപ്പടയുന്ന സ്ത്രീകളുടെ ദയനീയമായിട്ടുള്ള കരച്ചിലും നമുക്ക് കേൾക്കാൻ സാധിക്കും, ചെവിയോർത്താൻ. മനുഷ്യരുടെ പച്ചമാംസത്തിൽ അഗ്നി കത്തിപ്പടരുന്നതിന്റെ നീറ്റലും നാറ്റവുമൊക്കെ വായിക്കുന്നവരുടെ മനസ്സിലേക്ക് എത്തും എന്ന് നമുക്ക് പറയാം. പഞ്ചനദികളുടെ തീരത്തിൽ ഗോക്കളും പശുക്കളും ധാന്യങ്ങളുമൊക്കെ സമൃദ്ധമായിട്ടുള്ളൊരു പ്രദേശത്ത് അർജുനൻ ഈ കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് താമസിക്കാൻ താവളം തയ്യാറാക്കി. അപ്പൊ അർജുനൻ, കൃഷ്ണൻ മരിച്ചു, വസുദേവർ മരിച്ചു, ബലരാമൻ മരിച്ചു, അവിടുത്തെ സ്ത്രീകളെ കൂട്ടിയിട്ട് പോരുകയാണ്. ദ്വാരക കടലെടുക്കാൻ വേണ്ടി പോവുകയാണ്. സ്ത്രീകളെയും അവിടുത്തെ കിട്ടാവുന്നിടത്തോളം സമ്പത്തും കുതിരകളൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോരുകയാണ്. ഇത്രയേറെ സ്ത്രീകളെ ഒരു പുരുഷൻ ഒറ്റയ്ക്ക് അനുഗമിക്കുന്നത് കണ്ടപ്പോൾ ദസ്യുക്കൾ പ്രലോഭിതരായി എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. പാപകർമ്മികളും ലോഭമോഹിതരുമായ ആഭീരന്മാർ പരസ്പരം ചർച്ച ചെയ്തുവെന്നും
ആഭീരന്മാർ എന്നാൽ ഗോക്കളെ മേയ്ക്കുന്ന ഇടയന്മാരെന്നാണ് അർത്ഥം, ആരോഹത്തിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത്. ആഭീരവല്ലി എന്നാൽ ഇടയഗ്രാമമെന്നും ആഭീരം എന്നൊരു രാഗവും ഉണ്ട്. ദസ്യുക്കൾ എന്നതിന് യജ്ഞത്തെ എതിർക്കുന്നവർ എന്നാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള അർത്ഥത്തിൽ എത്തിയിരിക്കുന്നത്. കിസരി മോഹൻ ഗാംഗുലിയുടെ തർജ്ജമയിൽ കള്ളന്മാരെന്നും റോബേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ആ ദസ്യുക്കൾ പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഈ സ്ത്രീകളെ സംരക്ഷിക്കാൻ ഒരൊറ്റ അസ്ത്രാഭ്യാസി മാത്രമേ കൂടെയുള്ളൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു. കൂട്ടത്തിൽ ബാക്കിയുള്ളതെല്ലാം സ്ത്രീകളും കുട്ടികളുമാണ്. നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇയാൾ ഈ സ്ത്രീകളെ കൊണ്ടുപോകുന്നത്. കൂടെയുള്ള പോരാളികൾക്കാകട്ടെ വീര്യം തീരെ കുറവാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ദസ്യുക്കളൊന്നായിട്ട് മരക്കൊമ്പുകളും മറ്റ് ആയുധങ്ങളുമായിട്ട് അർജുനനെയും സംഘത്തെയും ആക്രമിക്കാൻ പാഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അർജുനൻ ഈ ആഭീരന്മാരുമായിട്ട് അല്ലെങ്കിൽ ദസ്യുക്കളുമായിട്ട് പോരാടാൻ തുടങ്ങുകയും അതിൽ പരാജയപ്പെട്ട് സ്ത്രീകളെ അവർ പിടിച്ചുകൊണ്ടുപോയി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൃഷ്ണികളെ, പ്രത്യേകിച്ചും അവരുടെ കൂടെയുള്ള സ്ത്രീകളെ സംരക്ഷിക്കാൻ അർജുനൻ പരമാവധി ശ്രമിച്ചു നോക്കിയെങ്കിലും അർജുനന് അതിന് സാധിച്ചില്ല. ഗാണ്ഡീവത്തിൽ നിന്ന് നിർമുക്തമായ അസ്ത്രങ്ങൾക്കും ആ ദസ്യുക്കളെ തടയാനായില്ല. വൃഷ്ണികളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട പല സ്ത്രീകളെയും ദസ്യുക്കൾ പിടിച്ചുവലിച്ചു കൂട്ടിക്കൊണ്ടുപോയി. മറ്റു ചിലരാവട്ടെ സ്വന്തം ഇഷ്ടപ്രകാരം ദസ്യുക്കളുടെ കൂടെ ഓടിപ്പോയി എന്നും പറയുന്നുണ്ട്. പഞ്ചനദി പ്രദേശത്തെ ആഭീരന്മാരാണ് വൃഷ്ണി വംശത്തിലെ സ്ത്രീകളെ കട്ടുകൊണ്ടുപോകുന്നത്. അഭി ഈരയതി, പശുക്കളെ തെളിക്കുന്നവർ എന്നാണ് ആഭീര എന്ന ശബ്ദത്തിന് അമരകോശം അർത്ഥം നൽകുന്നത്. സിന്ധു നദിയുടെ പോഷക നദികളായ ബിയാസ്, രവി, സത്ലജ്, ചെനാബ്, ജലം എന്നീ നദികൾ സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രബല പ്രദേശങ്ങളായ ഹാരപ്പയും മൊഹൻജോദാരയും പഞ്ചാബിലാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഇന്ത്യയിൽ മനുഷ്യ സംസ്കാരത്തിന്റെ ഉദയം പഞ്ചാബിൽ ആയിരുന്നു എന്നും ഓർമ്മിക്കാം. സത്ലജ് ഇന്ത്യയിലെ ചുവന്ന നദിയാണ്. വൃഷ്ണികളുടെ നാശത്തെക്കുറിച്ച് അർജുനൻ പറഞ്ഞ കഥകളെല്ലാം കേട്ടപ്പോൾ മഹാപ്രസ്ഥാനത്തിന് അഥവാ വനവാസവും സന്യാസവും സ്വീകരിക്കാനും അവിടെ വെച്ച് മരിച്ചൊടുങ്ങാനും സമയമായി. ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളോടും രാജഭരണത്തോടും അധികാരമോഹത്തോടും ഒക്കെ വിട പറയാനും സമയമായിരിക്കുന്നു എന്ന് കൗരവ രാജാവ് യുധിഷ്ഠിരൻ, അപ്പോഴത്തേക്ക് യുധിഷ്ഠിരനാണ് രാജാവ്, തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പാണ്ഡവർ 5 പേരും പാഞ്ചാലിയും ചേർന്ന് മഹാപ്രസ്ഥാനത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അവർ 6 പേർക്ക് പുറമെ 7ാമതായിട്ട് ഒരു ശ്വാനൻ അഥവാ ഒരു നായ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവരെ പിന്തുടരാണ് ചെയ്യുന്നത്. ഹസ്തിനപുരം ഉപേക്ഷിച്ചു പോകുന്നത് ഈ നായയും കൂടിയാണ്. സരമ എന്നൊരു പട്ടി ഹസ്തിനപുരത്തിന്റെ രാജാവ് ജനമേജയനെ ശപിക്കുന്നതായിട്ടുള്ള കഥ പറഞ്ഞുകൊണ്ടാണ് ഉഗ്രശ്രവസ് മഹാഭാരതം കഥ ആരംഭിക്കുന്നത്. നായയ്ക്ക് അല്ലെങ്കിൽ പട്ടിക്ക് യജ്ഞഭൂമിയിൽ എന്താണ് കാര്യം എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാവും. മഹാഭാരതം അവസാനിക്കുമ്പോഴുമുണ്ട് ഒരു നായയുടെ സാന്നിധ്യം. ഇപ്പോൾ പാണ്ഡവർ അവരുടെ ജന്മദൗത്യം പൂർത്തീകരിച്ച് മഹാപ്രസ്ഥാനത്തിലേക്കും മരണത്തിലേക്കും സഞ്ചരിക്കുമ്പോഴാണ് ഈ നായ അവരോടൊപ്പം കൂടുന്നത്. ഏറ്റവും പിറകിൽ സഞ്ചരിക്കുന്ന ദ്രൗപദിക്കും പിറകിലായിട്ടാണ് നായയുടെ സ്ഥാനം. പക്ഷേ കൂട്ടത്തിലുള്ള ഓരോരുത്തരായിട്ട് ഭീമനും അർജുനനും നകുലും സഹദേവനും പാഞ്ചാലിയും ഒക്കെ ഓരോരുത്തരായിട്ട് വീണു പോകുമ്പോൾ നായ അതിജീവിക്കുകയും യുധിഷ്ഠിരന്റെ തൊട്ടു പിന്നാലെയായിട്ട് നായ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശ്വാനൻ അഥവാ ശുനകൻ എന്ന വാക്കിന്റെ നിരുക്തം നമ്മൾ തേടിപ്പോകേണ്ടത് ഈ സന്ദർഭത്തിൽ വളരെ ഉചിതമാണ് എന്ന് തോന്നുന്നു. എന്തുകൊണ്ടൊരു നായ മഹാഭാരതത്തിന്റെ ആദ്യവും അവസാനവും എന്ന ചോദ്യം വരുമ്പോൾ എല്ലായ്പ്പോഴും ഓടി നടക്കുക, സകല മൃഗസമൂഹങ്ങളിൽ നിന്നും അഥവാ ശത്രു സമൂഹങ്ങളിൽ നിന്നും യജമാനന്മാരെ സംരക്ഷിക്കുക, ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ ഭ്രാന്ത് പിടിപ്പിക്കുക, മറ്റുള്ളവരാൽ ധാരാളമായി നിന്ദിക്കപ്പെടുക, കള്ളന്മാരും മറ്റും വരുമ്പോൾ തൻ്റെ സ്വാമിക്ക് മുന്നറിയിപ്പ് കൊടുക്കുക എന്നിങ്ങനെ സ്വഭാവവിശേഷങ്ങളെല്ലാം കൂടെ വികസിപ്പിച്ചാൽ അത് സമൂഹത്തിൽ ധർമ്മവും നീതിയും പുലർന്നു കാണണം എന്ന ആഗ്രഹത്തിന്റെ പ്രതിഫലനമാവും. നായ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ധർമ്മപക്ഷത്ത് നിൽക്കുന്ന ഓരോ സാംസ്കാരിക പ്രവർത്തകനും കവിയും ചെയ്യുന്നത് എന്നർത്ഥം. ധർമ്മത്തെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയും താൻ ആഗ്രഹിച്ചതുപോലെ സമൂഹത്തിൽ ധർമ്മം പുലർന്നു കാണാത്തതിൽ ആശങ്കപ്പെടുകയും ചിലപ്പോഴെങ്കിലും ഏതാണ് ധർമ്മമെന്നും ഏതാണ് അധർമ്മമെന്നും തിരിച്ചറിയാനാവാത്ത ഭ്രാന്തിന്റെ അഥവാ ഉന്മാദത്തിന്റെ വക്കിലെത്തുകയും ചെയ്യുന്നവരാണല്ലോ വ്യാസനടക്കമുള്ള കവികൾ അഥവാ എഴുത്തുകാരും കലാകാരന്മാരും. മഹാഭാരത കർത്താവായ വേദവ്യാസനും അത്തരത്തിലുള്ള ഒരു കഥാപാത്രമായിട്ട് മഹാഭാരതത്തിൽ തന്നെ വരുന്നുമുണ്ട്. കൃതിയുടെ കർത്താവ് തന്നെ കഥാപാത്രമായി മാറുകയും കഥാസന്ദർഭങ്ങളിൽ പരിഹരിക്കപ്പെടാൻ പ്രയാസമുള്ള പ്രശ്നങ്ങൾ ആവിർഭവിക്കുമ്പോൾ നേരിട്ട് ചെന്ന് അതിൽ ഇടപെടുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന പ്രത്യേകതയൊക്കെ നമുക്ക് മഹാഭാരതത്തിലുണ്ട്. വേദവ്യാസൻ എന്ന കഥാപാത്രം അങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി ഞാൻ വിളിച്ചു പറയുന്നു, ആരും എന്നെ കേൾക്കുന്നില്ലല്ലോ, എന്നെ ശ്രവിക്കുന്നില്ലല്ലോ എന്ന് മഹാഭാരതത്തിൽ വ്യാസൻ എന്ന കഥാപാത്രം തന്നെ പറയുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ.
വാനപ്രസ്ഥത്തിന്റെ സന്ദർഭത്തിൽ പാഞ്ചാലിക്ക് പിന്നിലായിട്ട് പാണ്ഡവരെ പിന്തുടരുകയും കഥാന്ത്യത്തിൽ ധർമ്മദേവനായി രൂപമാറ്റം സംഭവിക്കുകയും ചെയ്യുന്ന പട്ടി മഹാഭാരത കർത്താവായ വേദവ്യാസന്റെ തന്നെ പ്രതിരൂപമായിരിക്കാനാണ് സാധ്യത എന്നർത്ഥം. ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രജക്ഷത എന്ന ഇതിഹാസത്തിന്റെ ആ വാക്കിന്റെ നിരുക്തം ഇവിടെയാണ് പ്രസക്തമാവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു നിർവചനം സ്വീകരിച്ചാൽ ഇതിഹാസം എന്ന വാക്കിനെ ചരിത്രത്തോട് നമുക്ക് സമന്വയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കായുള്ളതും ഉപദേശ സമന്വിതവും കഥായുക്തവുമായി പൂർവവൃത്തം അവതരിപ്പിക്കുന്നതാണ് ഇതിഹാസം എന്ന് മുകളിൽ കൊടുത്ത നിർവചനത്തിൽ പറയുമ്പോൾ അത് പൂർണ്ണമായും ചരിത്രമല്ല എന്ന് വ്യക്തമാണ്. പൂർണ്ണമായിട്ട് ഭാവനയും അല്ല. ചരിത്രത്തിന്റെ അംശങ്ങളുണ്ട്, കഥയുടെ അംശങ്ങളും ഉണ്ട്. ധർമാർത്ഥ കാമമോക്ഷങ്ങളെക്കുറിച്ച് ഉപദേശിക്കുക എന്നതാണ് പരമപ്രധാനമായി ലക്ഷ്യമാക്കുന്നത് എന്നും അതിന് പുരാവർത്തങ്ങളെ കഥായുക്തമായി അവതരിപ്പിക്കുകയാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട് ഈ പരാമർശം, അല്ലെങ്കിൽ ഈ നിരുക്തം. പുരാവൃത്തങ്ങളെ കഥായുക്തമാക്കുന്നിടത്താണ് അതിൻ്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങളെ പൊലിപ്പിക്കുന്നതും അതിനെ ബിംബഭാഷയിലേക്ക് പരിവർത്തിപ്പിക്കുന്നതും എന്ന് കാണാം. കാരണം പണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ അതേപോലെ അവതരിപ്പിച്ചാൽ സമൂഹത്തെ ഉപദേശിക്കുക എന്ന ലക്ഷ്യം നടക്കാതെ പോകും. എന്തു സംഭവിച്ചു എന്ന് വിശദീകരിക്കുകയല്ല, സമൂഹത്തിന് ഉപദേശങ്ങൾ നൽകുക, നാളെ അപകടമില്ലാതിരിക്കാൻ വേണ്ടി എന്തു സംഭവിക്കണമെന്ന് ഉപദേശിക്കുക. ഇതാണ് ഇതിഹാസത്തിന്റെ പരമപ്രധാനമായിട്ട് ലക്ഷ്യം, അർത്ഥം. അതുകൊണ്ടാണ് ഊർധ്വബാഹുർ വിരൗമ്യേഷ ന കശ്ചിത് ശൃണോതിമേ ധർമാത് അർത്ഥശ്ച കാമശ്ച സ കിമർത്ഥം ന സേവ്യതേ. ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് എന്നെ ആരും ശ്രദ്ധിക്കാതിരിക്കുന്നത്? ധർമ്മത്തിന്റെ പാത ഏതാണ് എന്നും ഏതു പാതയിലാണ് പോകാൻ പാടില്ലാത്തത് എന്നും ഞാൻ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരും എന്നെ കേൾക്കുന്നില്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ അർത്ഥവും അതുവഴി കാമനകളും പൂർത്തീകരിക്കാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ആളുകൾ ധർമ്മത്തെ ത്യജിക്കുന്നത് എന്ന് വേവലാതിപ്പെടുന്നുണ്ട് മഹാഭാരതത്തിൽ വേദവ്യാസൻ എന്ന കഥാപാത്രം. നായയെ കൂടി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാണല്ലേ യുധിഷ്ഠിരൻ ദേവന്മാരും ദേവർഷിമാരുമായിട്ടൊക്കെ തർക്കിക്കുന്നത്. തത് ധർമ്മരാജസ്യ വജോ നിശമ്യ ധർമ്മസ്വരൂപീ ഭഗവാൻ ഉവാച എന്ന് ആ നായ ധർമ്മദേവൻ തന്നെയായിരുന്നു എന്നും ധർമ്മദേവൻ നായയുടെ രൂപം ധരിച്ചുകൊണ്ട് വന്നതായിരുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട് ഈ അവസാനത്തെ അധ്യായത്തിൽ. പിന്നീട് തന്റെ യഥാർത്ഥ രൂപത്തിൽ ധർമ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നായയുടെ രൂപം ധരിച്ചത് എന്നാണ് ധർമ്മദേവൻ വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ടായിരിക്കാം മഹാഭാരതത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഇങ്ങനെ നായയെ ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന ആലോചന വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. യാദൃച്ഛികമായി സംഭവിച്ചു പോയതായിരിക്കാൻ സാധ്യതയില്ല ഈ ആദ്യത്തിലും അവസാനത്തിലുമുള്ള ഈ നായയുടെ സന്നിവേശം. നായയിൽ തുടങ്ങി നായയിൽ അവസാനിക്കുന്ന ഈ ആഖ്യാന തന്ത്രം ശ്രദ്ധേയമാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ശ്വാനൻ അഥവാ നായ ധർമ്മദേവൻ തന്നെയായിരുന്നു എന്നാണല്ലോ മഹാഭാരതത്തിന്റെ അവസാന ഭാഗത്തു സമർത്ഥിക്കുന്നത്. ധർമ്മദേവൻ എന്ന വാക്ക് പലപ്പോഴും മഹാഭാരതത്തിൽ വ്യാസനുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. വേദവ്യാസ പുത്രനായിരുന്ന വിതുരരെ ധർമ്മദേവൻ എന്ന് വിശേഷിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു യുധിഷ്ഠിരൻ എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് മഹാപ്രസ്ഥാനിക പർവ്വത്തിൽ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി ധർമ്മത്തിനു വേണ്ടി വിളിച്ചു കേഴുന്ന കവിയും യജമാനനെ സംരക്ഷിക്കുന്നതിനും അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നതിനും വേണ്ടി നിർത്താതെ കുരച്ചും ഓടിയും ജീവിതം കഴിക്കുന്ന ശ്വാനനും ഒരേ സത്തയുടെ രണ്ട് പ്രകാശനങ്ങളാണ് എന്നും പറയാം. വേദവ്യാസൻ എന്ന കവിയുടെ അഥവാ സമൂഹത്തിൽ ധർമ്മം പുലർന്നു കാണണമെന്ന ആഗ്രഹത്താൽ നിരന്തരം പാടിയും പറഞ്ഞും കലഹിച്ചും അഭിനയിച്ചും വരച്ചും നിർമ്മിച്ചും ജീവിതം കഴിക്കുന്ന മുഴുവൻ എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ബിംബരൂപമാണ് മഹാഭാരതത്തിലെ നായ എന്നും കരുതാം. നായയിൽ തുടങ്ങി നായയിൽ അവസാനിക്കുന്ന ഈ കഥ വ്യാസനിൽ തുടങ്ങി വ്യാസനിൽ അവസാനിക്കുകയാണ് എന്നും അതല്ലെങ്കിൽ കവികളിൽ തുടങ്ങി അഥവാ സംസ്കാരത്തിൽ തുടങ്ങി സംസ്കാരത്തിൽ അവസാനിക്കുകയാണ് എന്നൊക്കെ നമുക്ക് കരുതാൻ സാധിക്കും. കാവൽ ഏറ്റെടുത്തിരിക്കുന്ന ശ്വാനൻ ആർക്കു വേണ്ടിയാണ് കുരയ്ക്കുന്നത്, ആർക്കെതിരെയാണ് കുരയ്ക്കുന്നത്, ആർക്കാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത് എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഭരതവംശത്തിന്റെ കഥ പറയാനും പാണ്ഡവരെ പ്രകീർത്തിക്കാനും അവർ ധർമ്മപക്ഷമാണെന്ന് സ്ഥാപിക്കാനുമാണ് വ്യാസൻ മഹാഭാരത കഥ പറഞ്ഞു തുടങ്ങിയത്. എങ്കിലും അവിടെയല്ല കഥ അവസാനിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷവും ധർമ്മപക്ഷമായിരുന്നില്ല എന്നും അധികാരവും ധർമ്മവും ഒരുമിച്ച് പോവുകയില്ല എന്നും യുദ്ധത്തിൽ തോൽക്കുന്നവരും ജയിക്കുന്നവരുമില്ല എന്നും എല്ലാ രാജാക്കന്മാരും
നരകം കാണുക തന്നെ ചെയ്യുമെന്നുമൊക്കെയാണ് മഹാഭാരതത്തിൽ സ്ഥാപിക്കുന്നത്. ഭരണാധികാരികൾക്ക് വേണ്ടി ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശ്വാനനെ അഥവാ എഴുത്തുകാരെയും കലാകാരരെയും ധർമ്മത്തിന്റെ ശ്വാനൻ എന്ന് വിളിക്കാൻ പുതിയ കാലത്തെ ജനാധിപത്യ ബോധം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ജനങ്ങളെ യജമാനനായി സ്വീകരിക്കുകയും ഭരണകൂടങ്ങളുടെ എല്ലാതരം തിന്മകൾക്കും അധർമ്മത്തിനുമെതിരെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് വ്യാസന്റെ പിന്തുടർച്ചക്കാരായ നായ്ക്കുലം ഇന്നും കുരയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഊർധ്വബാഹുർവിരൗമ്യേഷ ന കശ്ചിത് ശൃണോതിമേ, ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി വിളിച്ചു പറഞ്ഞിട്ടും ആരും എന്നെ കേൾക്കുന്നില്ലല്ലോ എന്ന് അവർ നിരന്തരം പരിഭവം പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട്. വ്യാസൻ പറയാൻ തുടങ്ങിയ കഥയെല്ലാം പൂർത്തീകരിച്ചത് എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. ഇപ്പൊ അശ്വമേധിക പർവ്വം തന്നെ അവസാനം ശ്രേയസ്സിന് എന്താണ് വേണ്ടത്? അശ്വമേധയാഗം നടത്തുകയാണ്. അശ്വമേധയാഗം നടത്തി വലിയ ത്യാഗം സഹിച്ചാണ് യാഗം നടത്തുന്നത്. അതിന് കാശില്ല, ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഹിമാലയ സാനുക്കളിൽ പണ്ടാരോ കുഴിച്ചിട്ട നിധി കണ്ടെടുക്കുന്നു, അങ്ങനെ യാഗമൊക്കെ നടത്തുന്നു. എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. 18 യൂപങ്ങളിലായിട്ട് മൃഗങ്ങളെ കെട്ടിയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് ഗംഭീരമായിട്ടുള്ള യാഗം നടത്തി ബ്രാഹ്മണർക്ക് വലിയ ദാനങ്ങളൊക്കെ നൽകിയതിൻ്റെ ശേഷമാണ് ഈ കൃതിയിൽ തന്നെ വരുന്നത് കീരി വന്നിട്ട് ധർമ്മപുത്രരുടെ യാഗം അല്ലെങ്കിൽ യുധിഷ്ഠിരന്റെ യാഗം ഒന്നുമല്ല എന്ന് തെളിയിക്കുകയും ഒരു പാവപ്പെട്ട ബ്രാഹ്മണൻ തനിക്ക് ഉഞ്ചവൃത്തിയിലൂടെ കിട്ടിയ ധാന്യമണികൾ അല്ലെങ്കിൽ പാടത്ത് കൊയ്ത് നിലത്ത് വീണ് കിടക്കുന്ന മണികൾ പെറുക്കിയെടുത്ത് അതിൽ നിന്ന് താൻ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കി ഒരു ലേശം എടുത്തു വെച്ചിട്ട് അത് പൊടിച്ച ബാർലി കൊണ്ട് ഒരു കവ പോലൊരു സാധനം കാച്ചി തിളപ്പിച്ച് അത് വേറൊരാൾക്ക് ദാനം നൽകിയപ്പോൾ ഉണ്ടായ പുണ്യം പോലും യുധിഷ്ഠിരന്റെ ഈ യാഗം എന്ന് പറയുന്ന വലിയ മാമാങ്കം കൊണ്ട്, വലിയ ആർഭാടം കൊണ്ട്, വലിയ ആഘോഷം കൊണ്ട് ഉണ്ടായില്ല, അത്ര പോലും പുണ്യം പോലും കിട്ടിയിട്ടില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് അശ്വമേധിക പർവ്വം അവസാനിക്കുന്നത്. അപ്പൊ അശ്വമേധിക പർവ്വത്തിലെ ആദ്യത്തെ എല്ലാ സംരംഭങ്ങളും, യാഗത്തിന് വേണ്ടി നടത്തിയ എല്ലാ സംരംഭങ്ങളും, ഈ അശ്വത്തെ പറഞ്ഞു വിട്ടുകൊണ്ടുള്ള അർജുനന്റെ യാത്രയും നടത്തിയ യുദ്ധങ്ങളും ഇതെല്ലാം വെറുതെ പാഴിലായിപ്പോയി എന്നൊരൊറ്റ വാചകത്തിൽ അല്ലെങ്കിൽ ഒരു കുറിപ്പിൽ, ഒരു മുനയിൽ അവസാനിപ്പിക്കുകയാണ് അശ്വമേധിക പർവ്വം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഥ നമ്മൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് സമീപിക്കുന്ന സമയത്ത് മഹാഭാരതത്തെ ഒരൊറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു തായ്തടി, അത് ഇക്ഷ്വാകു വംശത്തിൻ്റെ അല്ലെങ്കിൽ ഹസ്തിനപുരത്തിലെ രാജാക്കന്മാരുടെ ഒരു തായ്തടിയായിട്ട് അത് യയാതിയിലൂടെ ശന്തനുവിലൂടെ വളർന്ന് വികസിച്ച് പാണ്ഡുവിലേക്കും ധൃതരാഷ്ട്രരിലേക്കും പാണ്ഡവരിലേക്കും ദുര്യോധനിലേക്കും ഒക്കെ വളർന്ന് അവസാനം പരീക്ഷത്തിലേക്കും ജനമേജയനിലേക്കും വരെ എത്തി നിൽക്കുന്ന ഒരു തായ് വൃക്ഷം, ഒരു തടി നമുക്ക് കഥയുടെ ഒരു തായ്തടി നമുക്ക് കാണാൻ സാധിക്കും. ആ തായ്തടിയോട് ചേർന്ന് നിൽക്കുന്ന ആയിരക്കണക്കിന് കഥകൾ വേറെയുണ്ട്. ആ കഥകൾ പലതും ചോദ്യങ്ങളായിട്ട് ചോദിച്ചതാണ്. വനപർവ്വത്തിലൊക്കെ പലരും ചോദ്യങ്ങളായിട്ട് ചോദിച്ചതുണ്ട്. ഗുരുനാഥനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, മുനിമാരോട് ചോദിക്കുന്നുണ്ട്, ഭീഷ്മരോട് ചോദിക്കുന്നുണ്ട്. അതിന് പറയുന്ന ഉത്തരങ്ങളായിട്ട്, ഉപദേശങ്ങളായിട്ട്, ഉദാഹരണങ്ങളായിട്ടൊക്കെ പറയുന്ന ഒരുപാട് കഥകൾ, 100 കണക്കിന് കഥകൾ ഇതിൽ വരുന്നു. ആ കഥയിലൂടെ തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മഹാഭാരതത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ വരേണ്ടതില്ലാത്ത രാമായണത്തിലെ കഥയും ഈ മഹാഭാരതത്തിലെ കഥയുടെ കൂടെ നമുക്ക് ആദ്യാവസാനം വായിക്കാൻ പറ്റുന്നുണ്ട്. മഹാഭാരതത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ വരേണ്ടതില്ലാത്ത മനുസ്മൃതിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. മഹാഭാരതത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതില്ലാത്ത അർത്ഥശാസ്ത്രം ഈ ആശ്രമവാസിക പർവ്വത്തിലും ശാന്തി പർവ്വത്തിലും ഒക്കെ തന്നെ അർത്ഥശാസ്ത്രവും അങ്ങനെ ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന എല്ലാ ജ്ഞാനരൂപങ്ങളും, നിലവിലുണ്ടായിരുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലെയും അറിവുകളും ധർമ്മപ്രഭാഷണങ്ങളും പ്രഘോഷങ്ങളും ഒക്കെ തന്നെ മഹാഭാരതത്തിലേക്ക് കയറി വരുന്നുണ്ട്. അവിടെയാണ് എന്തുകൊണ്ട് ഇങ്ങനെ മഹാഭാരതത്തിലേക്ക് കയറി വരുന്നു. മഹാഭാരതത്തെക്കുറിച്ചിട്ട് മഹാഭാരതം തന്നെ പറയുന്ന ഒരു ശ്ലോകം, ഇതിൽ കാണുന്നത് നിങ്ങൾ മറ്റു പലയിടത്തും കണ്ടേക്കാം, പക്ഷെ ഇതിൽ കാണാത്തത് നിങ്ങൾ മറ്റൊരിടത്തും കാണുകയില്ല എന്ന് പറയുന്ന ശ്ലോകം ഉണ്ടല്ലോ. ആ ശ്ലോകത്തിന്റെ പ്രസക്തി അതാണ്. ഇതിൽ കാണുന്നത് നിങ്ങൾ മറ്റു പലയിടത്തും കണ്ടേക്കാം എന്ന് പറയുന്നത് ബോധപൂർവം തന്നെയാണ്. മറ്റു പലയിടത്തും കാണുന്ന എല്ലാ ജ്ഞാനരൂപങ്ങളെയും മഹാഭാരതത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ, ചേർത്ത് വെക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന ഒരു ഡിക്ലറേഷൻ കൂടിയാണത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ശ്രമം നടത്തിയത്? വളരെ ലളിതമായിട്ട് നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്.
മനുസ്മൃതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉള്ളതുകൊണ്ട്, അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്ന ഒരു ചികിത്സാ സമ്പ്രദായം ഉള്ളതുകൊണ്ട്, അങ്ങനെ ഇന്ത്യയിൽ അക്കാലത്തുണ്ടായിരുന്ന നൂറുകണക്കിന് ജ്ഞാനരൂപങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ഗ്രന്ഥങ്ങൾ ഉള്ളത് സാധാരണക്കാരിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. എന്നാൽ സാധാരണക്കാരിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തുന്നത് കഥകളാണ്. പണ്ട് നടന്ന കഥകൾ, പുരാവൃത്തങ്ങൾ എന്ന ഇതിഹാസങ്ങളും തരത്തിലുള്ള കഥകളാണ്. അപ്പൊ എല്ലാ ജ്ഞാനങ്ങളും, എല്ലാ അറിവുകളും, എല്ലാ ദർശനങ്ങളും ഈ കഥകളിലൂടെ മഹാഭാരതത്തിൽ സൂക്ഷിച്ചു വെച്ചാൽ അത് അവിടെ ജനങ്ങളിൽ എത്തുമെന്നും ജനങ്ങളുടെ ഓർമ്മയിൽ നിലനിൽക്കുമെന്നുള്ളത് കൊണ്ടാണ് എല്ലാം മഹാഭാരതത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. അതുകൊണ്ടാണ് ഇത് പെരിയ 1,27,000 എന്നോ അല്ലെങ്കിൽ 1,400,000 എന്നൊക്കെ പറയുന്ന വലിയൊരു സഞ്ചയമായിട്ട്, ശ്ലോകത്തിൻ്റെ സഞ്ചയമായിട്ട് ഇത് മാറിയിരിക്കുന്നത്. പുരാവൃത്തങ്ങളെ നമ്മൾ ഇന്ത്യയിലെ മഹാഭാരതം അടക്കമുള്ള പുരാവൃത്തങ്ങളെ എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പറയാവുന്ന ഒരു ഉദാഹരണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ടൈം മെഷീൻ്റെ ഉദാഹരണമാണ്. 1895 H.G. വെൽസ് ടൈം മെഷീൻ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതുന്നത്. ആ നോവലിനെ അതിജീവിച്ച് പിന്നെ 1963 അമേരിക്കയിൽ ഒരു സിനിമ വന്നു ടൈം മെഷീനിൽ. പിന്നെ പല ഭാഷയിലും അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സിനിമ വന്നിട്ടുണ്ട്. നമുക്ക് തമിഴിൽ തന്നെ ക്ലോക്ക് എന്ന് പറയുന്ന സിനിമ, അത് വ്യത്യസ്ത ഭാഷകളിലേക്ക് ഡബ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്, മലയാളത്തിലടക്കം ഡബ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ആ ടൈം മെഷീൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ചരിത്രത്തിലേക്ക്, കഴിഞ്ഞുപോയ കാലത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും വാഹനത്തിലോ മറ്റെന്തെങ്കിലും ഡിവൈസിലോ കയറിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ 10ാമത്തെ വയസ്സിലേക്ക്, നിങ്ങളുടെ 25ാമത്തെ വയസ്സിലേക്ക്, നിങ്ങളുടെ 5ാമത്തെ വയസ്സിലേക്ക്, ഒക്കെ നിങ്ങൾക്ക് പോവാം. അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ തെറ്റായ തീരുമാനം നേരത്തെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് പ്രീ ഡിഗ്രിക്ക് അല്ലെങ്കിൽ +2 ചേരുന്ന സമയത്ത് നിങ്ങൾ മെയിൻ എടുത്ത് തെറ്റിപ്പോയി, സയൻസ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്തതിന് പകരം നിങ്ങൾക്ക് പിന്നെ ഹിസ്റ്ററി പഠിക്കാമായിരുന്നു ഇപ്പോൾ തോന്നും, അല്ലെങ്കിൽ മറിച്ച് തോന്നും. നിങ്ങൾക്ക് ഈ വാഹനത്തിൽ കയറിയിരുന്നു നിങ്ങളുടെ 10ാമത്തെ വയസ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ +2 പഠിക്കുന്ന 18ാമത്തെ വയസ്സിലേക്കോ പോയി അവിടെ വെച്ച് നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും. ഇതാണ് ടൈം മെഷീൻ്റെ സങ്കല്പന. ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു വാഹനം കണ്ടെത്തി ഇങ്ങനെ പഴയ കാലത്തേക്ക് പോയിട്ട് തിരുത്തുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം ഈ മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങളിലും പുരാവൃത്തങ്ങളിലും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പല പല കഥകളുമുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞു നിർത്തുന്നതിന് പകരം ആവർത്തിച്ച് പറയും, പല സന്ദർഭങ്ങളിൽ പറയും. ആ ഓരോ സന്ദർഭങ്ങളിൽ ആവർത്തിക്കുന്ന നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അറിയാതെ ആവർത്തിച്ചു പോയതാണ്, അല്ലെങ്കിൽ പിന്നെ വേണ്ടാത്തയാണ്, ഒഴിവാക്കി കളയാമെന്ന് വിചാരിക്കും. അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതല്ല. കാരണം ഓരോ ആവർത്തനത്തിനും ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പരശുരാമൻ്റെ കഥ ആദ്യം പറയുന്ന സമയത്ത് ഋത്തിക് ബിശ്ച മഹീംദതവും, ഋത്തിക്കുകൾക്ക് ഭൂമി നൽകി, പ്രതിഫലമായിട്ട് കുറച്ച് ഭൂമി നൽകി എന്നേ പറയുന്നുള്ളൂ. രണ്ടാമത് വനപർവ്വത്തിൽ ഈ കഥ വീണ്ടും പറയുന്ന സമയത്ത് നിക്ഷത്രിയമാക്കി മാറ്റിയ ഭൂമി മുഴുവനായി തന്നെ പരശുരാമൻ കശ്യപന് ദാനം ചെയ്തു എന്നും കശ്യപൻ ആ ഭൂമി ഒന്നാകെ ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകി വനത്തിലേക്ക് പ്രവേശിച്ചു എന്നും പറയുന്നു. ക്രമേണ 2, 3, 4 വട്ടം ഈ കഥയിൽ ഇടപെട്ടുകൊണ്ട് മാറ്റം വരുത്തുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഭൂമിയുടെ അവകാശികൾ ആരാണ് എന്ന ചോദ്യത്തിന് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ബ്രാഹ്മണരാണ് എന്ന അർത്ഥത്തിലേക്ക് വരുന്നു. കേരളത്തിൽ പരശുരാമൻ്റെ കഥയും മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ച കഥയും ഒക്കെ ആയിട്ട് വരുന്ന സമയത്തും ഞാൻ പറഞ്ഞു 8ാം നൂറ്റാണ്ട് മുതൽക്ക് ബ്രാഹ്മണർ കുടിയേറി വന്നവരാണ്, അവർ കൊണ്ടുവന്ന കഥയാണിത്. ആ കഥയുടെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ 300-400 വർഷം കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ രാജാക്കന്മാരായിരുന്ന ഭരണാധികാരികളായിരുന്നവരൊക്കെ അയിത്തജാതിക്കാരും തീണ്ടൽക്കാരുമായിട്ട് മാറിപ്പോയിരിക്കുന്നു. അന്ന് ഒന്നുമില്ലാതെ അഭയാർത്ഥികളായി തെണ്ടിത്തിരിഞ്ഞു വന്ന ബ്രാഹ്മണർ ഭൂമിയുടെ അവകാശികളായിട്ട് ബ്രഹ്മസ്വമായിട്ടും ദേവസ്വമായിട്ടും ഭൂമിയാകെ ബ്രാഹ്മണരുടേതായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പുരാവൃത്തങ്ങളിലുള്ള ആവർത്തിച്ച ഇടപെടലാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി മാർക്കണ്ഡേയ മഹർഷി പറയുന്ന സമയത്ത് ഒരിക്കൽ പറയുന്ന ന്യായീകരണമല്ല, പിന്നീട് ഒരിക്കൽ പറയുന്നത് വേറെ ഒരു കോണ്ടെക്സ്റ്റിൽ ചരിത്രത്തിലേക്ക് പിന്നോട്ട് തിരുത്തുകയാണ് ചെയ്യുന്നത്. ഉത്തങ്കന്റെ കഥയും ഇതുപോലെ പിന്നെ 2 സന്ദർഭത്തിൽ പറയുന്ന 2 തരത്തിലാണ്. ആദ്യം പറയുന്നത് മഹാഭാരത കഥ ആരംഭിക്കുന്ന ജനമേജയന്റെ പിന്നെ രാജസദസ്സിൽ വെച്ചാണ് ഉത്തങ്കന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. രണ്ടാമത് പറയുന്നത് മഹാഭാരതത്തിന്റെ അവസാന പിന്നെ ഭാഗത്ത് വെച്ചാണ്. ആ ഭാഗത്ത് വെച്ച് പറയുന്ന സമയത്ത് ഉത്തങ്കൻ ഗൗതമന്റെ ശിഷ്യനാണ്. ആദ്യം വേദന്റെ ശിഷ്യനായിരുന്നു. രണ്ടാമത് പറയുന്ന സമയത്ത് ഉത്തങ്കന്റെ ഗുരുനാഥനായിട്ടുള്ള ഗൗതമന്റെ ഭാര്യയാണ് അഹല്യ. ഇതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അഹല്യയെ ശപിച്ച കഥ പറയുന്ന സമയത്തും ഒരു ഭാഗത്ത് പറയുമ്പോൾ അഹല്യ പാറയായി പോയി എന്നും കരിങ്കല്ലായി മാറ്റിയെന്നും ശാപം കൊണ്ട് കരിങ്കല്ലായി മാറിയെന്നും
രാമായണത്തിൽ പറയും. മഹാഭാരതത്തിൽ ഈ കഥ വീണ്ടും പറയുന്ന സമയത്ത് കരിങ്കല്ലായി പോവുകയല്ല ചെയ്യുന്നത്. മകൻ തീരുമാനമെടുക്കാതെ കൊല്ലുമോ കൊല്ലാതെ വിടുവോ എന്നറിയാതെ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് മാനസികമായിട്ട് അനുഭവിച്ച സംഘർഷം കൊണ്ട് അവർ ശിലയായി നിന്നു പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഗൗതമൻ അവരെ ശപിക്കുന്നില്ല. അപ്പോൾ ഓരോ പ്രത്യേക ആവശ്യത്തിനും, ഓരോ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആവശ്യത്തിനും, ധാർമ്മികമായിട്ടുള്ള ആവശ്യത്തിനും, രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യത്തിനും, സാമ്പത്തികമായിട്ടുള്ള ആവശ്യത്തിനും വേണ്ടി കഥയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ട് കഥയെ നിരന്തരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയും വളർത്തുകയും വികസിപ്പിക്കുകയും പലതാക്കി മാറ്റുകയും ചെയ്യുന്ന കഥ എന്ന് പറയുന്നത്, മഹാഭാരതത്തിലെ കഥ എന്ന് പറയുന്നത് ഒരു ജൈവ പ്രപഞ്ചമാണ്. അത് ഒരിക്കൽ പറഞ്ഞ കഥ അങ്ങനെ തന്നെ നിൽക്കല്ല ചെയ്യുന്നത്. അത് വളരുന്നുണ്ട്, അതിന് അവയവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അത് പല വഴിക്ക് സഞ്ചരിക്കുന്നുണ്ട്, അത് വികസിക്കുന്നുണ്ട്. അത്തരത്തിലാണ് കഥ ജൈവമായിട്ട് നിലനിൽക്കുന്നത്. ഇതേ തന്ത്രത്തെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇന്ത്യയിൽ ഇപ്പോൾ പലപ്പോഴും സഞ്ചരിച്ചുകൊണ്ട്. ഇപ്പം നമ്മൾ ബലരാമൻ്റെ കഥ പറഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് ബലരാമൻ്റെ കഥയിലേക്ക് നമ്മൾ ചരിത്രത്തിലേക്കും ഇടപെട്ടുകൊണ്ട് ഇപ്പം ആ കഥയിൽ വന്ന മാറ്റം എന്താണ്? ദശാവതാരങ്ങളിൽ ഒരാളായിരുന്നു ബലരാമൻ. ഇപ്പോൾ ബലരാമനെ മാറ്റി ബുദ്ധനെ ദശാവതാരത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചരിത്രത്തിൻ്റെ പല പല ഘട്ടങ്ങളിലായിട്ട് ചരിത്രത്തെ മാറ്റി മറിച്ചുകൊണ്ട് ചരിത്രത്തെ കെട്ടുകഥയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ചരിത്രം എന്താണ് എന്നും പുരാവൃത്തങ്ങൾ എന്താണ് എന്നും കഥകൾ എന്താണ് എന്നും തിരിച്ചറിയുകയും അതിനുള്ള ആ വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തിൽ നിന്നും കഥയെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടത് പുതിയ കാലത്തിൻ്റെ ആവശ്യമാണ്. ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി മഹാഭാരതത്തെ സമീപിക്കുന്ന ആളുകൾക്ക് ഈ യൂട്യൂബിൻ്റെ ഈ പങ്ക്തി 200 അധ്യായങ്ങളായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കഥാപങ്ക്തി ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ 1ാമത്തെ ഭാഗം ഇപ്പോൾ മാതൃഭൂമി പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മഹാഭാരത കഥകളിലൂടെ ഒരു യാത്ര എന്ന പേരിൽ. ബാക്കിയുള്ള പുസ്തകങ്ങളും അടുത്ത് തന്നെ വരുന്നതാണ്. ആ പുസ്തകം വാങ്ങിച്ചും സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും വലിയ ദീർഘിച്ച ഒരു യാത്രയിൽ കൂടെ നിന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, ബന്ധുക്കൾക്കും, എല്ലാ സഹൃദയർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നമസ്കാരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വിടാം.